നമസ്കാരം. സർവകലാശാലകളിലും കോളേജുകളിലും വിഭജന ഭീകരതാ സ്മരണ നടത്താനുള്ള ഗവർണറുടെ നിർദ്ദേശം പൊളിഞ്ഞു. ഈ ആചരണം വേണ്ട എന്ന കർക്കശ നിലപാട് കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടർ സ്ഥാപനങ്ങൾക്ക് നൽകിയതോടെ പരിപാടികൾ നടന്നില്ല. കുസാറ്റിൽ VC-യുടെ നിർദ്ദേശം അനുസരിച്ച് ഓൺലൈനായി സെമിനാർ നടന്നു. ചില കോളേജുകളിൽ ABVP വിഭജന അനുസ്മരണ പരിപാടികൾ നടത്തുകയും മറ്റു വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധിക്കുകയും ചെയ്തു. ഓഗസ്റ്റ് 8-ാം തീയതിയാണ് നാടകങ്ങളും തെരുവ് നാടകങ്ങളും അടക്കമുള്ള പരിപാടികൾ സംഘടിപ്പിക്കാൻ ഗവർണർ സർക്കുലർ നൽകിയത്. നിർദ്ദേശം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തള്ളിയത് ചാൻസലർക്ക് ക്ഷീണമായി. ഈ ചർച്ചയിൽ ഇന്ന് അഡ്വക്കേറ്റ് KS അരുൺകുമാർ CPM, ശ്രീ KP നൌഷാദ് അലി കോൺഗ്രസ്, അഡ്വക്കേറ്റ് ജയസൂര്യൻ BJP, ശ്രീ രാഹുൽ ഈശ്വർ വലതു സഹയാത്രികൻ എന്നിവർ. ആദ്യം ശ്രീ ജയസൂര്യൻ, ഇരുമ്പിൽ കടിച്ച് പല്ല് കളയുക എന്നൊരു പ്രയോഗമുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഗവർണർ നടപ്പാക്കില്ല എന്നുറപ്പുള്ള ഒരു സർക്കുലർ ഈ കോളേജുകളിൽ നടപ്പാക്കാനായി കൊടുത്ത് തിരിച്ചടി സ്വയം ഏറ്റുവാങ്ങുകയായിരുന്നു. അങ്ങനെയല്ല നമ്മളിതിനെ കാണുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ദേശീയമായിട്ടുള്ള വികാരങ്ങൾക്ക് എതിരായി നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് മുൻതൂക്കമുള്ള ഭരണമുള്ള ഒരു സംസ്ഥാനമാണ്. അവിടെ ഈ തരത്തിലുള്ള ഒരു അവസ്ഥ ഉണ്ടാവുന്നതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. പക്ഷേ ഗവർണർ മുന്നോട്ട് വെച്ച കാര്യം ഇന്ത്യയിലെ വളരെയേറെ പ്രസക്തമായിട്ടുള്ള ഒരു വസ്തുതയാണ്. അത് ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. ഇന്നല്ലെങ്കിൽ നാളെ അത് ചർച്ച ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ഇന്നിപ്പോൾ നമ്മളിത് ചർച്ച ചെയ്യുന്നല്ലോ. കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് ചർച്ച ചെയ്യാൻ തയ്യാറായത് തന്നെ അതിൻ്റെ വൻ വിജയമാണ്. യൂണിവേഴ്സിറ്റി ഭരിക്കുന്ന ഇടതുപക്ഷത്തിനും അതുപോലെ തന്നെ അവരെ പിന്തുണയ്ക്കുന്ന വലതുപക്ഷത്തിനും ഇക്കാര്യത്തിൽ അവരുടേതായിട്ടുള്ള നിലപാടുകൾ എടുത്തുകൊണ്ട് അതിനെ പൂർണ്ണ വിജയത്തിലെത്തിക്കാൻ കഴിഞ്ഞില്ല എന്ന് അഭിമാനിക്കാമെങ്കിലും ഈ വിഷയം കേരളം ഇന്ന് ചർച്ച ചെയ്യുന്നു എന്നതിൻ്റെ തെളിവാണ് നമ്മളിപ്പോൾ ഈ നടത്തുന്ന ചർച്ച. ഇത് രാജ്യം മുഴുവൻ ചർച്ച ഇങ്ങനെ ഒരു അജണ്ട നടപ്പാക്കാൻ ശ്രമിച്ചത് പരാജയപ്പെട്ടു പോയി എന്നുള്ളതാണല്ലോ. ഇവിടെ ഇപ്പോ വിഭജനം, ഇന്ത്യ വിഭജനം ഈ രാജ്യത്തെ സംബന്ധിച്ച ചരിത്രത്തിലെ ഏറ്റവും രക്തച്ചൊരിച്ചിൽ ഉണ്ടായിട്ടുള്ള മോശം ചരിത്രമാണ്. അപ്പോ മുറിവുകൾ ഉണങ്ങുക, മുറിവുകൾ മറക്കുക എന്നുള്ളതാണ് സാധാരണ നിലയിൽ ചെയ്യേണ്ട ഒരു കാര്യം. ആ മുറിവുകൾ ഉണങ്ങാതിരിക്കണമെന്ന നിർബന്ധ ബുദ്ധി ഇങ്ങനെ ഒരു ആചരണത്തിന് മേൽ ഒരു പക്ഷേ ഉണ്ടാകാം. ഇവിടെ കേരളം എന്ന് പറഞ്ഞാൽ വളരെ സമാധാനപൂർവ്വം ജനങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. രാഷ്ട്രീയമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും സാമുദായികമായും മതപരമായും ഒക്കെ ശാന്തിയുള്ള വളരെ സമാധാനമുള്ള ഒരു സംസ്ഥാനമാണ്. അപ്പോൾ സ്വാതന്ത്ര്യദിനത്തിന്റെ തലേന്ന് ഇങ്ങനെ ഡിവിസീവായ പഴയ ചില ഓർമ്മകളെ ഉണർത്തുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നുള്ളത് സംശയാസ്പദമാണ്. അതുകൊണ്ടായിരിക്കുമല്ലോ കേരളത്തിലെ പ്രധാനപ്പെട്ട കക്ഷികളെല്ലാം അതിനെ എതിർക്കുകയും സർക്കാർ ഒരു കാരണവശാലും ഇത് ആചരിക്കരുത് എന്ന് സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. അങ്ങനെയല്ല. ഇത് ഏതെങ്കിലും തരത്തിലുള്ള വിഭാഗീയതയെയോ വിഭജനത്തെയോ ഓർമ്മിപ്പിക്കുകയും അത് വീണ്ടും ആവർത്തിക്കുകയും ചെയ്യാൻ വേണ്ടിയുള്ള അരങ്ങൊരുക്കലേ അല്ല. അങ്ങനെ വ്യാഖ്യാനിക്കുന്നിടത്താണ് അപകടം. എന്തിനാണ് അങ്ങനെ വ്യാഖ്യാനിക്കുന്നത്? നമ്മുടെ ചരിത്രത്തിൽ സംഭവിച്ച ഒരു യാഥാർത്ഥ്യം വീണ്ടും ഉണ്ടാവാതിരിക്കണം. ഈ രാജ്യത്ത് വിഘടനത്തിൻ്റെതായിട്ടുള്ള വിഭജനത്തിൻ്റെതായിട്ടുള്ള ദുഃഖങ്ങൾ വീണ്ടും ആവർത്തിക്കാതിരിക്കണം. അതുകൊണ്ട് ചരിത്രത്തിൽ നിന്ന് പാഠം പഠിക്കേണ്ടതുണ്ട്. ചരിത്രം മുഴുവൻ വിസ്മരിക്കപ്പെടാനുള്ളതല്ല എന്ന് മാത്രമല്ല, ചരിത്രത്തിൽ നിന്ന് പാഠം പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കാലഘട്ടത്തിൽ ഇനിയൊരു വിഭജനം ഉണ്ടാവാത്ത വിധത്തിൽ, വ്യത്യസ്തത ഉണ്ടാവാത്ത വിധത്തിൽ തികഞ്ഞ ഐക്യത്തോടെ മുന്നോട്ട് പോകേണ്ടത് രാജ്യത്തെ ഓരോ പൗരൻ്റെയും ചുമതലയാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയാണ് നമ്മൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മുടെ സ്വാതന്ത്ര്യ സമരം പഠിപ്പിക്കേണ്ടല്ലോ. സ്വാതന്ത്ര്യ സമരത്തെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ അഭിപ്രായമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ നിരോധിച്ച് കളയാമല്ലോ. അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായ കാര്യങ്ങളൊക്കെ തന്നെ പ്രസക്തമായി ഇനിയും നിലനിൽക്കുന്ന ഒരു അന്തരീക്ഷം ഇവിടെയുണ്ട്. നമുക്കറിയാം, ഖലിസ്ഥാൻ പോലെയുള്ള സ്വാതന്ത്ര്യ ദിനം ആചരിക്കുന്നത് ദേശീയ ഐക്യം ഉറപ്പിക്കാനാണല്ലോ, കട്ടിംഗ് സൗത്ത് പോലെയുള്ള ചർച്ചകളും കട്ടിംഗ് സൗത്ത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് അടുത്ത ഘട്ടത്തിൽ പശ്ചാത്തലത്തിൽ. ശരി, അഡ്വക്കേറ്റ് KS അരുൺകുമാർ, ഇന്നിപ്പോൾ കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടറും സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടറും നൽകിയിട്ടുള്ള കർക്കശമായ നിലപാടിനനുസൃതമായി സ്ഥാപനങ്ങൾ, അതായത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊന്നും ചാൻസലറുടെ ഉത്തരവ് അംഗീകരിച്ചിട്ടില്ല. ആകെപ്പാടെ അപവാദം കുസാറ്റിൽ നടന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഈ കാര്യത്തിൽ ഖണ്ഡിതമായി നിലപാടെടുത്തു, വിജയിച്ചു എന്ന് തോന്നുന്നുണ്ടോ? പൂർണ്ണമായും ഇവിടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ ദിനത്തിന്റെ ശോഭ കെടുത്തുവാനും അതുപോലെ തന്നെ അതിന്റെ എല്ലാ പ്രാധാന്യവും നഷ്ടപ്പെടുത്തി കളയാനും
ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ട് ചില വസ്തുതകൾ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ അവതരിപ്പിക്കാനും വേണ്ടിയിട്ടുള്ള വലിയ ശ്രമമാണ് ചാൻസലറുടെ ഭാഗത്തു നിന്നുണ്ടായത്. അത് കൃത്യമായി 4 വർഷം മുമ്പ് 75ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ മുതൽ ചെങ്കോട്ടയിൽ നടത്തിയ പ്രസംഗത്തിന്റെ ഭാഗമായി മോഡിയാണ് ഇത്തരത്തിലുള്ള ഒരു ആശയം മുന്നോട്ട് വെച്ചത്. അതിപ്പോൾ ചാൻസലർ ഒരു സർക്കുലറായിട്ട് ഇറക്കി കേരളത്തിന്റെ സർവകലാശാലകളിലും കോളേജുകളിലുമെല്ലാം ചരിത്ര പ്രഭാഷണവും ചിത്രപ്രദർശനവും നാടകവും സംവാദവും എല്ലാം നടത്തണം എന്നുള്ള രൂപത്തിൽ ഏറ്റവും തരത്തിൽ തെറ്റായിട്ടുള്ള ഒരു പ്രവണതയാണ് കാണിച്ചത്. അതിനെതിരെ അതിശക്തമായിട്ട് തന്നെ കേരളത്തിലെ ക്യാമ്പസുകൾ സർവകലാശാലകൾ നിലപാട് സ്വീകരിച്ചു. മുഖ്യമന്ത്രി ആയാലും ഗവൺമെന്റ് ആയാലും ഇത് തള്ളിക്കളയണമെന്ന് ആഹ്വാനം ചെയ്യുകയും ഉണ്ടായി. അത് കൃത്യമായി തന്നെ വിദ്യാർത്ഥി സമൂഹം ഏറ്റെടുക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഇവിടെ ആരാണ് ഈ ദ്വിരാഷ്ട്രവാദം ഏറ്റവും ആദ്യം മുന്നോട്ട് വെച്ചത്? ഏത് പുസ്തകത്തിലാണ് ഈ വാദം ആദ്യമായി ഉന്നയിക്കപ്പെട്ടത്? അതുപോലെ തന്നെ ആ പുസ്തകം എഴുതിയത് ആരാണ്? അതിന്റെ വർഷം എന്നാണ്? മുസ്ലിം ലീഗ് അടക്കം ദുരാഷ്ട്രവാദത്തിലേക്ക് എത്തുന്നതിന് മുമ്പേ തന്നെ അതിനുള്ള പശ്ചാത്തലം, ഒരു പ്രത്യയശാസ്ത്ര പശ്ചാത്തലം ഉണ്ടാക്കിയത് ആരാണ്? ഇതെല്ലാം ചരിത്രം അറിയുന്ന സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലൂടെ കണ്ണോടിച്ചിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും കൃത്യമായിട്ട് തന്നെ അനുഭവമുള്ളതാണ്. അപ്പൊ സ്വാതന്ത്ര്യ സമരം ചരിത്രത്തെ കൃത്യമായിട്ട് അറിയാവുന്ന ഈ സ്വാതന്ത്ര്യ ദിനത്തെ ഇന്നത്തെ പ്രാധാന്യത്തോടെ ഏറ്റവും ഗൗരവത്തോടെ ആഘോഷിക്കേണ്ട ഒരു സമയത്ത് അത് ആഘോഷിക്കാതെ അതിന്റെ പൊലിമ നശിപ്പിക്കാൻ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ആഹ്വാനമായിട്ട് ഇവർ രംഗത്ത് വന്നിരിക്കുന്നത്? ഇവർ ഒരു ഘട്ടത്തിൽ പോലും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി മാറിയിട്ടില്ല. ഒരു പ്രധാനപ്പെട്ട സമരത്തിന്റെ ഭാഗമായിട്ടും തല്ലുകൊള്ളുകയോ സമരം നടത്തുകയോ ധർണ നടത്തുകയോ പ്രതിഷേധം നടത്തുകയോ ചെയ്തിട്ടില്ല. അവർ ഈ ഭരണഘടന തന്നെ നിലവിൽ വന്നപ്പോൾ ഒരു മതരാഷ്ട്രം എന്ന രൂപത്തിലേക്ക് ഈ രാജ്യത്തെ മാറ്റാൻ സാധിക്കാതെ വന്നതുകൊണ്ട് ആ ഭരണഘടനയെ അംഗീകരിക്കാതെ അതിനെതിരെ പ്രതിഷേധിച്ചവരാണ്. ദേശീയ പതാകയെ അംഗീകരിക്കാത്തവരാണ്. അതുപോലെ ഈ രാജ്യത്തിൻ്റെതായിട്ടുള്ള എല്ലാ തരത്തിലുള്ള നേട്ടങ്ങളെയും അംഗീകരിക്കാതെ മുന്നോട്ട് പോയവർ ഇപ്പോൾ വിഭജന ദിനം സമുചിതമായിട്ട് ആചരിക്കണം എന്ന് പറഞ്ഞു വരുന്നതിന്റെ രാഷ്ട്രീയം ഈ കേരളത്തിന്റെ ക്യാമ്പസുകളും സർവകലാശാലകളും വിദ്യാർത്ഥികളും എല്ലാം മനസ്സിലാക്കിയത് കൃത്യമായി നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ഇനിയും വിഭജനത്തിൻ്റെതായിട്ടുള്ള വാദങ്ങളുമായിട്ട് ഇവർ ഇറങ്ങിത്തിരിക്കും. ഇന്ത്യയെ ഒരു ഹിന്ദുത്വ അജണ്ടയോട് കൂടിയിട്ടുള്ള ഒരു മതരാഷ്ട്രമാക്കി പ്രഖ്യാപിക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. ആ ലക്ഷ്യ പൂർത്തീകരണത്തിന് വേണ്ടി ഈ രാജ്യത്ത് ഇന്ന് കാണുന്ന ഈ മതനിരപേക്ഷവാദത്തെയും അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള നമ്മുടെ രാജ്യത്തിന്റെ ജീവിത രീതിയെയും എല്ലാം തള്ളി പറഞ്ഞുകൊണ്ട് ഇവർ രംഗത്ത് വരും ദിനങ്ങളും നമുക്ക് കാണേണ്ടി വരും. കാരണം ആ അജണ്ട പൂർത്തീകരണമാണ് ഇവരുടെ ലക്ഷ്യം. അത് കേരളത്തിലെയും രാജ്യത്തെയും ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ശരി, ശ്രീ കെ പി നൌഷാദ് അലി, ഇതൊരു തുടർച്ചയിൽ വേണം കാണാൻ. ഇതിനു മുമ്പ് നമ്മൾ ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന രാജ്ഭവനിൽ നടക്കുന്ന എല്ലാ പരിപാടിയിലും എന്ന നിബന്ധന കണ്ടു. അതിനുശേഷം ഗവർണർ പങ്കെടുക്കുന്ന ഇതര പരിപാടികളിൽ ഭാരതാംബയുടെ ചിത്രത്തിലുള്ള പുഷ്പാർച്ചന കണ്ടു. ഇപ്പോൾ വിഭജന ഭീകരതാ സ്മരണാ ദിനം ആചരിക്കുക എന്ന നിർദ്ദേശം കൊണ്ടു. അപ്പോൾ ഇതിനെ ഒരു തുടർച്ചയിലാണ് കാണേണ്ടത് എന്ന് തോന്നുന്നു. പക്ഷേ വിഭജന ഭീകരതാ സ്മരണാ ദിനം ചാൻസലർ എന്ന അധികാരം ഉപയോഗിച്ച് ഒരു സർക്കുലറിലൂടെ കോളേജ് ക്യാമ്പസുകളെല്ലാം ആചരിക്കണമെന്ന് നിർദ്ദേശിച്ചെങ്കിലും കാര്യമായി എവിടെയും ആചരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതിനെ എങ്ങനെയാണ് കാണേണ്ടത്? ഇപ്പോൾ എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും, കേരളത്തിലെ BJP ഒഴികെയുള്ള രാഷ്ട്രീയ കക്ഷികൾക്ക് ഇക്കാര്യത്തിൽ ഒരു നിലപാടുണ്ട് എന്ന് തോന്നുന്നു, ഒറ്റ നിലപാട്. അപ്പോൾ ഗവർണർ വെറുതെ രാജ്ഭവനിൽ ഇരുന്ന് അദ്ദേഹത്തിന്റെ തോന്നലുകൾ നടപ്പാക്കുകയല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ പ്രത്യയശാസ്ത്ര പദ്ധതി നടപ്പാക്കുകയാണ് എന്ന് ഈ ആവർത്തിച്ചുണ്ടാവുന്ന ഇത്തരം നിർദ്ദേശങ്ങളിൽ നിന്ന് മനസ്സിലാക്കണമല്ലോ. ആ തിരിച്ചറിവ് കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികൾക്കുണ്ടോ, അതോ പഴയ ഗവർണർക്ക് കൊടുത്ത തത്വാധിഷ്ഠിത പിന്തുണ ആർലേക്കർക്കും ഭാവിയിൽ കൊടുക്കുമോ? ഞങ്ങൾ ഒരു ഗവർണർക്കും തത്വാധിഷ്ഠിത പിന്തുണ കൊടുത്തിട്ടില്ല അഭിലാഷ്. ഏതായാലും അതല്ല നമ്മുടെ ചർച്ചാ വിഷയം എന്നുള്ളത് കൊണ്ട് ഞാൻ നിങ്ങളുടെ ചോദ്യത്തിലേക്ക് വരാം. അതായത് ഇവിടെ ഈ ഗവർണർ ഇത്തരത്തിലുള്ളൊരു വിഭജന വിരുദ്ധ ദിനമൊക്കെ ആചരിക്കുന്നതിലൂടെ ഇതൊരു BJPയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മലർന്നു കിടന്ന് തുപ്പുന്നതിന് സമാനമായ ഒരു അനുഭവമാണ് ചരിത്രമറിയാവുന്ന ആളുകൾ അത് അപഗ്രഥിച്ചുകൊണ്ട് മുന്നോട്ട് വരുമ്പോഴുണ്ടാകുന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഓർക്കുന്ന ഈ രാജ്യത്ത് ആരാണ് ആദ്യമായിട്ട് ദ്വിരാഷ്ട്ര സിദ്ധാന്തം ഉയർത്തിയത്? 1937 ഹിന്ദു മഹാസഭയുടെ 19ാമത് സമ്മേളനം അഹമ്മദാബാദിൽ നടന്നപ്പോൾ സവർക്കറാണ് ആദ്യമായിട്ട് ദ്വിരാഷ്ട്ര സിദ്ധാന്തം, ഹിന്ദുവും മുസ്ലിമും 2 രാഷ്ട്രങ്ങളാണ്, ഇവിടെ 2 രാഷ്ട്രങ്ങളായിട്ടല്ലാതെ മുന്നോട്ട് പോവുക സാധ്യമല്ല എന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞ് 3 കൊല്ലം കഴിഞ്ഞപ്പോൾ 1940 സർവ്വേന്ത്യ മുസ്ലിം ലീഗ് ഒരു ദ്വിരാഷ്ട്ര സിദ്ധാന്ത പ്രമേയം അവർ പാസ്സാക്കുന്നത്. ആ പ്രമേയം പാസ്സാക്കി 3 വർഷം കഴിഞ്ഞ് 1943 നാഗ്പൂരിൽ നടത്തിയ പ്രസംഗത്തിൽ സവർക്കർ പറയുന്നത് ദ്വിരാഷ്ട്ര സിദ്ധാന്തമെന്ന ജിന്നയുടെ വാദത്തോടെ ഞങ്ങൾക്ക് യാതൊരു എതിർപ്പുകളുമില്ല, ഞങ്ങൾ സമ്പൂർണ്ണമായി അതിനെ അംഗീകരിക്കുന്നു എന്നാണ്. അപ്പോൾ
ഇവിടെ ദ്വിരാഷ്ട്ര സിദ്ധാന്തം ഉയർത്തിയ സർവേന്ത്യ മുസ്ലിം ലീഗുമായിട്ട് ഈ 37 മുതൽ 43 വഴി 47 വരെ ഹിന്ദു മഹാസഭ നടത്തിയ വ്യക്തമായ ചേർന്ന് പോകലിൻ്റെ കുറെ ചിത്രങ്ങളും കൂടി ഇതിനോടൊപ്പം നമുക്ക് പങ്കുവെക്കേണ്ടതുണ്ട്. 1939 ഇന്ത്യ ഏകപക്ഷീയമായിട്ട് രണ്ടാം ലോക യുദ്ധത്തിൽ ചേർന്നിരിക്കുന്നു എന്ന ബ്രിട്ടന്റെ പ്രഖ്യാപനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് 37 അധികാരത്തിൽ വന്ന പ്രവിശ്യ മന്ത്രിസഭകളിൽ നിന്നൊക്കെ കോൺഗ്രസ് ഇറങ്ങിപ്പോന്നത്. ആ ഇറങ്ങിപ്പോന്ന തക്കത്തിലാണ് സർവേന്ത്യ മുസ്ലിം ലീഗുമായിട്ട് സവർക്കറും ഹിന്ദു മഹാസഭയും സഖ്യമുണ്ടാക്കിയത്. അങ്ങനെ സഖ്യമുണ്ടാക്കിയിട്ടാണല്ലോ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ബംഗാളിൽ ഫസലുൽ ഹക്കിന്റെ മന്ത്രിസഭയിലെ ശ്യാം പ്രസാദ് മുഖർജി ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രൊവിൻസിൽ ഔറംഗസേബ് ഖാന്റെ സർദാർ ഔറംഗസേബ് ഖാന്റെ മന്ത്രിസഭയിലെ MC ഖന്ന, മഹർചന്ദ് ഖന്ന ധനകാര്യമന്ത്രിയായിരുന്നിട്ടുണ്ട് ഹിന്ദു മഹാസഭയുടെ പ്രതിനിധിയായിട്ട്. അതുപോലെ തന്നെ സിന്ധിൽ ഗുലാം ഹിദായത്തുള്ളയുടെ മന്ത്രിസഭയിൽ പറഞ്ഞ ഹിന്ദു മഹാസഭ അംഗങ്ങളായിട്ടുണ്ട്. അത്തരത്തിൽ ഈ രാജ്യത്തെ രണ്ടായി വിഭജിക്കാനുള്ള പദ്ധതിയിൽ ആദ്യമായിട്ട് ആശയം നൽകുകയും പിന്നീട് ആ ആശയത്തോടെ ചേർന്നവരുമായിട്ട് ഭരണം പങ്കിട്ട് ഒത്തുപോയി ഈ രാജ്യം വിഭജിച്ച് എന്ന് ഉറപ്പാക്കുകയും ചെയ്ത ആളുകളാണ് ഹിന്ദു മഹാസഭയും അന്നത്തെ സംഘ് പരിവാറവും RSSും. അതുകൊണ്ട് ഇവിടെ ആർലേക്കർ ഇത്തരത്തിലുള്ളൊരു വിഭജന സ്മരണ ദിനമൊക്കെ ആചരിക്കുമ്പോൾ അത് ചെന്ന് തറക്കുന്നത് സവർക്കറിന്റെ മേലാണ്, അത് ചെന്ന് തറക്കുന്നത് ഹിന്ദു മഹാസഭയുടെ മേലാണ്, അത് ചെന്ന് കൊള്ളുന്നത് ഇവിടുത്തെ സംഘ് പരിവാരത്തിന്റെ മേലാണ്. അതുകൊണ്ട് ഈ മലർന്നു കടന്ന തുപ്പൽ എത്രത്തോളം ഒരു ബൂമറാങ് പോലെ ഇവർക്ക് അനുഭവപ്പെടുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ ഇവരുടെ മേൽ വന്ന് പതിക്കുന്നു എന്നുള്ളത് ചരിത്രമറിയാവുന്ന മുഴുവൻ ഭാരതീയർക്കും മനസ്സിലാക്കാൻ ഒരു വേള കൂടി സമ്മാനിച്ചു എന്നതിൻ്റെ അപ്പുറത്ത് ഇത് പരിഹാസ്യം എന്നല്ലാതെ മറ്റെന്ത് പറയാനാണ്? ഏതായാലും ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ഉത്തരേന്ത്യൻ നാഗ്പൂർ, ചിത്പാവൻ, ബ്രാഹ്മണിക്കൽ RSSും ഹെജിമണിയൊന്നും ഇവിടുത്തെ RSSനും BJPക്കും ഇടയിൽ പോലും ചെലവാവുകയില്ല. ഒരുപക്ഷെ ഇവരുടെ അനുഭാവമുള്ളവർ പോലും ഇതൊക്കെ പരിഹാസ്യമായിട്ടായിരിക്കും വിലയിരുത്തുന്നത്. അതുകൊണ്ടാവണം ഇവരുടെ കോൺഫറൻസിലൊക്കെ പങ്കെടുത്ത VCമാരടക്കമുള്ള ആളുകൾ, ഇവരുടെ ABVP പോലെയുള്ള സംഘടനകൾ അടക്കമുള്ള ആളുകൾ ഈ ഗവർണറുടെ പ്രസ്താവനയെയും ആഹ്വാനത്തെയും വലിയ പ്രവർത്തനത്തിലുള്ള അദ്ദേഹത്തിന്റെ ദിവസ പ്രഖ്യാപനത്തെയൊക്കെ പുച്ഛത്തോടെ കണ്ടതിന്റെ ഫലമായിരിക്കണം ഇതൊന്നും ആരും ആചരിക്കാതൊരു വനരോധനമായിട്ട് കലാശിച്ചത്. അതുകൊണ്ട് ഇതിനൊന്നും കേരളത്തിന്റെ മണ്ണ് പാകപ്പെട്ടിട്ടില്ല എന്ന് അർലേക്കർക്ക് BJPയുടെ ഇവിടുത്തെ സംസ്ഥാനത്തെ നേതാക്കൾ ആരെങ്കിലും വിവരമുള്ളവർ ചെന്ന് പറഞ്ഞു കൊടുക്കുന്നത് നന്നാവും എന്ന് പറയുവാൻ ഞാൻ എന്റെ അവസരം വിനിയോഗിക്കുന്നു. ശരി, ശ്രീ രാഹുൽ ഈശ്വർ, സ്വാതന്ത്ര്യ ദിനം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ ഓർമ്മ പുതുക്കൽ കൂടിയാണ്. ദേശീയ സ്വാതന്ത്ര്യം അതിനുവേണ്ടി നടത്തിയിട്ടുള്ള യാത്രകൾ, ഇതിൻ്റെയൊക്കെ പൂർത്തീകരണം, അതിൻ്റെ ആഘോഷം എന്നുള്ള നിലയിലാണ്. അപ്പോൾ ഈ സ്വാതന്ത്ര്യ ദിന ആഘോഷത്തിൽ, സ്വാതന്ത്ര്യ ദിന സ്മരണകളിൽ കാര്യമായി ഞങ്ങൾക്ക് റോളൊന്നുമില്ല, എന്നാൽ പിന്നെ വിഭജനത്തിന്റെ കാര്യത്തിലാവട്ടെ കുറച്ചുണ്ട് താനും. അപ്പോൾ അത് സ്മരിക്കപ്പെടട്ടെ എന്ന് വിചാരിച്ചായിരിക്കുമോ RSSകാരനായി വളർന്ന 9ാമത്തെ വയസ്സ് മുതൽ RSSകാരനായ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കേരളത്തിലെ ക്യാമ്പസുകളിലും വിഭജന ദിനം ആചരിച്ചേക്കാം എന്ന് വിചാരിച്ചത്? അഭിലാഷി, 2 പോയിന്റുകൾ. ഒന്നാമത്തെ പോയിന്റ് ശ്രീ ജയസൂര്യൻജി പറഞ്ഞതുപോലെ വിഭജനം നമ്മുടെ നാടിന്റെ ചരിത്രത്തിൽ ഏറ്റവും മുറിവാണ്. അതിനെക്കുറിച്ച് പഠിക്കാനും ഡിസ്കസ് ചെയ്യാനും ചർച്ച ചെയ്യാനും നമ്മുടെ നാട്ടിൽ വലിയൊരു ഓപ്ഷൻ വേണം. രണ്ടാമത്തെ പോയിന്റ്, പ്രത്യേകിച്ച് ഇന്ന് ആ തീയതിയുടെ കാര്യത്തിൽ വലിയ പ്രസക്തമാണ്. വിഭജനത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ട ഏറ്റവും വലിയ കാര്യം, കഴിഞ്ഞ നൂറ്റാണ്ടിൽ നടന്ന ഏറ്റവും വലിയ മിറക്കിൾ, ഇന്ദ്രജാലം, അത്ഭുതം എന്ന് പറയുന്നത് ഈ ഓഗസ്റ്റ് 14 തീയതികളിലൂടെ നടന്ന മിറക്കിൾ ഓഫ് കൽക്കട്ടയാണ്. 55,000 സൈനികർ പഞ്ചാബിൽ ഉണ്ടായിട്ടും അവിടെ സമാധാനമില്ല. പക്ഷേ ഒരൊറ്റയാൾ പട്ടാളം ബംഗാളിൽ ആ സമാധാനം പുനഃസ്ഥാപിച്ചു എന്ന് പിന്നീട് മൗണ്ട് ബാറ്റൻ പ്രഭു, അല്ലെങ്കിൽ നമ്മുടെ ആദ്യ ഗവർണർ ജനറലും അവസാന വൈസ്രോയും പറഞ്ഞ ലോക ചരിത്രത്തിൽ സമാനതകളില്ലാത്ത സംഭവമാണ്. പാർട്ടീഷനോടനുബന്ധിച്ച് 5 മുതൽ 8 ലക്ഷം ആൾക്കാർ വരെ പഞ്ചാബിൽ കൊല്ലപ്പെട്ടപ്പോൾ 50,000-ൽ താഴെ അല്ലെങ്കിൽ 10,000-കളിൽ താഴെ മാത്രം ആൾക്കാരുടെ മരണത്തിലേക്ക് അത് പിടിച്ചു നിർത്താൻ കഴിഞ്ഞത് ഗാന്ധിജി എന്നൊരൊറ്റ മനുഷ്യനാണ്. അപ്പോൾ പോസിറ്റീവായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിന് പകരം നെഗറ്റീവിനെ എതിർക്കുന്നതിൽ അർത്ഥമില്ല. ശ്രീ നൌഷാദ് അലിജി എന്റെ സുഹൃത്താണ്, എന്നാൽ അദ്ദേഹം പറഞ്ഞതിനെ അപലപിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ അവസരത്തിൽ നമ്മൾ ഓർക്കേണ്ടത് സവർക്കർജിയുടെ പോസിറ്റീവോ നെഗറ്റീവായ കോൺട്രിബ്യൂഷൻ അല്ല, കോൺഗ്രസ്സുകാരുടെ ചരിത്രത്തിൽ പറ്റിയ തെറ്റും ഇതാണ്. ഞാനും താങ്കളും ഒക്കെ, ഞാനും ശ്രീ അഭിലാഷും ഒക്കെ സ്കൂളിൽ പഠിച്ചപ്പോൾ ഒരിക്കലെങ്കിലും മിറക്കിൾ ഓഫ് കൽക്കട്ട പഠിച്ചിട്ടുണ്ടോ? ഞാൻ 12 വർഷം സ്കൂളിൽ 7 സ്കൂളുകളിലായിട്ട് ഇന്ത്യയുടെ 5 സംസ്ഥാനങ്ങളിൽ പഠിച്ചിട്ടുണ്ട്. ഒരു സംസ്ഥാനങ്ങളിലും ഇതൊന്നും പഠിപ്പിക്കുന്നില്ല.
പാർട്ടീഷൻ എന്ന് പറയുന്ന ഏറ്റവും വേദനാജനകമായ അവസരത്തിൽ ലോക ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിൽ ഹിന്ദു മുസ്ലിം ഐക്യം ഉണ്ടാക്കുകയും. ശ്രീ രാഹുൽ ഈശ്വർ, ഇപ്പോ ഈ വിഭജന ഭീകരതാ സ്മരണാ ദിനം ആചരിക്കുന്നത് മഹാത്മാഗാന്ധി താങ്കൾ പറഞ്ഞതുപോലെ അല്ല, ഞാൻ ചോദിക്കാം, ഗാന്ധിജി ഈ ആളിക്കത്തിയ അഗ്നി അണച്ചു എന്നത് പഠിപ്പിക്കാനാണോ ഇപ്പോ ഇത് ആചരിക്കുന്നത്? ഞാൻ പെട്ടെന്ന് തിരിച്ചു പറയട്ടെ. ശ്രീ നൌഷാദ് അലിയും അദ്ദേഹത്തിന്റെ പാർട്ടിയും ഗാന്ധിജി ആ തീ അണച്ചു എന്ന് പഠിപ്പിക്കാത്തതുകൊണ്ടാണ് ഇപ്പൊ ഇത് പറയാനുള്ള സ്പേസ് കിട്ടുന്നത്. അതായത് ഗാന്ധിയൻ മതസൗഹാർദ്ദം എന്ന നിലപാട് തറയിൽ നിന്ന് മാറി നെഹ്റൂവിയൻ സെക്കുലറിസ്റ്റിൽ മാത്രം പോയത് കൊണ്ടും ലോക ചരിത്രത്തിൽ അസാധ്യമായത്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ ചരിത്രകാരന്റെ പേര് ലൗജി എന്നാണ്. അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ മാജിക് മിറക്കിളാണ് ഗാന്ധിജി കൽക്കട്ടയിൽ ചെയ്തത്. കാര്യമെന്ന് ലോകത്തിലെ ഏറ്റവും ട്രബിൾഡ് സിറ്റിയാണ് കൽക്കട്ട. അന്ന് പാകിസ്ഥാന്റെ ഒരു പത്രം, ഡോൺ ആണെന്നാണ് എന്റെ ഓർമ്മ, അത് പാകിസ്ഥാനിലെ പത്രം എഴുതിയത് ഹി വാസ് റെഡി ടു ഡൈ സോ ദാറ്റ് വി ക്യാൻ ലിവ്. അതായത് അദ്ദേഹം, ഗാന്ധിജി മരിക്കാൻ തയ്യാറായിരുന്നു, കാര്യം നമ്മൾ ജീവിക്കട്ടെ എന്ന് അദ്ദേഹം കരുതിയിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിന്റെ ആഘോഷത്തിൽ പോലും ഗാന്ധിജി പങ്കെടുക്കാതെ ഓഗസ്റ്റ് 14, 15 ആ ആഴ്ച, എനിക്കൊന്ന് ഓഗസ്റ്റ് 7, 8 എന്തോണ് ഗാന്ധിജി കൽക്കട്ടയിൽ ബീഹാറിൽ നിന്ന് എത്തുന്നത്. സെപ്റ്റംബർ 1 വരെയുള്ള തീയതികളിൽ ഈ ഗാന്ധിജി നടത്തിയ മിറക്കിൾ കോൺഗ്രസ്സുകാർ പഠിപ്പിക്കാൻ മറന്നുപോയോണ്ടാണ് പാർട്ടീഷൻ എപ്പിസോഡിന്റെ നെഗറ്റീവ് മാത്രം പറയാനുള്ള സ്പേസ് കിട്ടുന്നത്. ഇന്ന് പോലും ശ്രീ നൌഷാദ് അലിയുടെ സമീപനത്തിൽ അദ്ദേഹത്തെ ഇഷ്ടമുള്ളതുകൊണ്ടാണ്, വ്യക്തിപരമായ പരിചയമുള്ളതുകൊണ്ടാണ് വിമർശിക്കുന്നത്. അദ്ദേഹം ഇന്ന് പറഞ്ഞപ്പോഴും സവർക്കറിലാണ് ഫോക്കസ്. സവർക്കർ സെൻട്രിക് അല്ല, അല്ലെങ്കിൽ നെഹ്റു സെൻട്രിക് അല്ല, ഗാന്ധി സെൻട്രിക് ആയി കോൺഗ്രസ് ഈ ചരിത്ര വസ്തുതകൾ നമ്മുടെ ഒന്നും പാഠപുസ്തകങ്ങളിൽ പഠിപ്പിക്കുന്നില്ല. ഞാനൊന്നും എനിക്കറിയില്ല. നമ്മുടെ ചരിത്ര പുസ്തകങ്ങളിൽ ഇത്തരം അത്ഭുതങ്ങൾ പഠിപ്പിക്കാത്തത് കൊണ്ട് ഗാന്ധിജിയെ മറന്നുപോയൊരു തലമുറ ഉണ്ടായെങ്കിൽ ശ്രീ നൌഷാദ് അലിയുടെയും പാർട്ടി. ശരി, ഓക്കെ. ശ്രീ ജയസൂര്യൻ, ഇപ്പോ ഈ വിഭജന ചരിത്രവും ഓർക്കണം എന്ന് പറയുമ്പോൾ ഇപ്പൊ വിഭജന ചരിത്രത്തിൽ എന്തൊക്കെയാണ് ഓർക്കാനുള്ളത് എന്നുള്ളത് പ്രശ്നമാണ്. വലിയ ചോരചൊരിച്ചിൽ ഉണ്ടായിട്ടുണ്ട്, അതിഭീകരമായ കുറ്റകൃത്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരു പക്ഷേ ഇപ്പോൾ നമുക്ക് ഓർക്കാൻ ബുദ്ധിമുട്ടുള്ള കുറ്റകൃത്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിന് വഴിവെച്ചത് എന്താണ്? ആത്യന്തികമായി മതരാഷ്ട്രവാദമാണ്. മതരാഷ്ട്രവാദം രണ്ടു കൂട്ടരും ഉന്നയിച്ചിട്ടുണ്ട്. 1923 എസെൻഷ്യൽസ് ഓഫ് ഹിന്ദുത്വ വി ഡി സവർക്കർ ജയിലിൽ കിടന്ന് എഴുതിയതാണ് ഇതിന്റെ തുടക്കം. അതിനുശേഷം 1940 മുസ്ലിം ലീഗ് ലാഹോർ പ്രമേയം, മുസ്ലിം ലീഗ് പാകിസ്ഥാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയം പാസ്സാക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന മതപരമായ വിഭജനത്തിൽ നിന്നാണ് ഈ ചോരചൊരിച്ചിൽ ഉണ്ടായതും ചേരിതിരിവ് ഉണ്ടായതും ഒക്കെ. അപ്പൊ അതിനെ ഏത് നിലയിൽ ഇപ്പോ ഓർക്കണം എന്നാണ്? അപ്പോ സ്വയം വിമർശനപരമായി ഞങ്ങൾ ചരിത്രത്തിൽ ചെയ്ത തെറ്റുകൾ ഇനി ആവർത്തിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓർക്കുന്നത്? ശ്രീ അഭിലാഷ്, ഞാനിപ്പോൾ നിങ്ങളൊക്കെ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട ആളാണ്. അതുകൊണ്ട് ഞാനിത് പറഞ്ഞു പൂർത്തിയാക്കാൻ എനിക്ക് അനുവാദം തരണമെന്ന് ആദ്യം പറയുന്നു. കാരണം മറുപടി പറയുമ്പോൾ പലപ്പോഴും തടസ്സപ്പെടുത്താറുണ്ട് മാതൃഭൂമിയല്ല, മറ്റു പല ചാനലുകളും. അതുകൊണ്ട് ഞാനൊന്ന് മറുപടി പറഞ്ഞോട്ടെ. അതായത് 1930 മുഹമ്മദ് ഇക്ബാലാണ് ദ്വിരാഷ്ട്ര സിദ്ധാന്തം മുന്നോട്ട് വയ്ക്കുന്നത്. അതിൻ്റെ പിന്നാലെയാണ് പിന്നീട് മുസ്ലിം ലീഗ് രൂപം കൊള്ളുന്നത്. ഈ ചരിത്രമൊന്നും ആർക്കും മായ്ച്ചു കളയാൻ പറ്റുന്ന കാര്യമല്ല. ഈ ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തെ ഏറ്റവും ശക്തമായിട്ട് പിന്തുണയ്ക്കുന്നതും അതിനുവേണ്ടി വാദിക്കുകയും ചെയ്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. 1943 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റി, 42 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റി പ്രമേയം, ആ പ്രമേയം പാസ്സാക്കിയത് ഈ പറഞ്ഞ പാകിസ്ഥാൻ അനുകൂലമായിട്ടാണ്. 1943 ആദ്യത്തെ പാർട്ടി കോൺഗ്രസ്സിൽ അവതരിപ്പിച്ച പ്രമേയം പാകിസ്ഥാൻ ആൻഡ് നാഷണൽ യൂണിറ്റി എന്ന പ്രമേയമാണ്. ഇത് CPM, അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ സൈദ്ധാന്തികനായ ഗംഗാധർ അധികാരി റൈറ്റ് ടു സെൽഫ് ഡിറ്റർമിനേഷൻ എന്നുള്ള ആ ഒരു അവകാശം വെച്ചുകൊണ്ട് പാകിസ്ഥാൻ കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവതരിപ്പിക്കുന്നത്. 1946 തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുസ്ലിം ലീഗിന് പിന്തുണ കൊടുക്കുന്നതും ഈ പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതിനുശേഷം പിന്നീട് ഞങ്ങൾക്ക് തെറ്റിപ്പോയി എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുറ്റസമ്മതം നടത്തുന്നുണ്ട്. പക്ഷേ എടുത്ത നിലപാടതാണ്. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടാണ്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് അവരിപ്പോൾ പറയുന്നത് ഹിന്ദു മഹാസഭ സവർക്കർ എന്നൊക്കെയാണ്. ഈ ഹിന്ദു മഹാസഭ, ഞാൻ വ്യക്തമായി പറയുന്നു, ഹിന്ദു മഹാസഭ RSSO BJPയുമായി ബന്ധമുള്ള കാര്യമേ അല്ല. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്, എപ്പോഴും ഹിന്ദു മഹാസഭയും സവർക്കറേയും എടുത്ത് BJPയുടെയും RSSന്റെയും മുകളിൽ ഇടരുത്. ഇത് തമ്മിൽ ബന്ധമുള്ള കാര്യമല്ല. ഹിന്ദു മഹാസഭ വേറെ, അത് RSS വേറെ, സവർക്കർ വേറെ. അതിനെ പ്രത്യേകമായിട്ട് പറയണം. മറ്റൊന്ന്, നിങ്ങൾക്കിതിൽ RSS BJPക്ക് സ്വാതന്ത്ര്യ സമരത്തിൽ താങ്കൾ ഇപ്പോൾ പറഞ്ഞ കാര്യത്തിൽ തന്നെ എനിക്ക് ഒരു ചോദ്യമുണ്ട്. അടുത്ത ഭാഗം ഞാൻ അങ്ങനെ പറയാൻ അനുവദിക്കാം. മുമ്പ് ഈ വിഷയത്തിൽ ഒരു ചോദ്യമുണ്ട് ശ്രീ ജയസൂര്യൻ. ഒന്ന്, ഇപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാര്യം പറഞ്ഞു നോക്കൂ.
ജിന്നയ്ക്ക് പുറമെ ആദ്യമായി ദുരാഷ്ട്രവാദത്തെ അനുകൂലിച്ച ഒരാൾ ബി ആർ അംബേദ്കർ ആയിരുന്നു. പാകിസ്ഥാൻ ആൻഡ് പാർട്ടീഷൻ ഓഫ് ഇന്ത്യ എന്ന പുസ്തകം എഴുതുന്നത് തന്നെ ആ പർപ്പസിനാണ്. അതവിടെ നിൽക്കട്ടെ. എന്റെ ചോദ്യം അതല്ല. ഇവിടെ നേരത്തെ ശ്രീ നൌഷാദ് അലി പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, ലാഹോറിൽ ഈ പാകിസ്ഥാൻ പ്രമേയം മുസ്ലിം ലീഗിന്റെ സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്നത് ആരാണ്? മൗലാന ഫസലുൽ ഹക്കാണ്. അദ്ദേഹം ബംഗാൾ ഭരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ധനകാര്യമന്ത്രി ആരാണ്? അദ്ദേഹത്തിന്റെ ധനകാര്യമന്ത്രി ശ്യാമപ്രസാദ് മുഖർജിയാണ്. ഈ പാകിസ്ഥാൻ പ്രമേയം അവതരിപ്പിച്ചതിന് ശേഷവും ശ്യാമപ്രസാദ് മുഖർജിയാണ് മൗലാന ഫസലുൽ ഹക്കിന്റെ ധനമന്ത്രി. ക്വിറ്റ് ഇന്ത്യ സമര കാലത്തടക്കം. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് പിന്നീട് ജനസംഘം രൂപീകരിച്ച ആളും ശ്യാമപ്രസാദ് മുഖർജിയാണ്. ആ ജനസംഘമാണ് ഇപ്പോഴത്തെ BJP. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്ഥാപക നേതാവ് ശ്യാമപ്രസാദ് മുഖർജി ഈ പാകിസ്ഥാൻ പ്രമേയം പ്രഖ്യാപിച്ച ആളുടെ മന്ത്രിസഭയിലെ ധനമന്ത്രിയായിരുന്നു എന്ന ചരിത്രം അവിടെ നിൽക്കുന്നുണ്ട്. അതിന് മറുപടി പറയാൻ എന്നെ അനുവദിക്കണം. മറുപടി ഞാൻ പറയാം. ഡോക്ടർ കേശവ് ബൽറാം ഹെഡ്ഗേവാർ RSSന്റെ സ്ഥാപകൻ, RSSന്റെ സ്ഥാപകനായിട്ടുള്ള വ്യക്തി, RSSനും സ്വാതന്ത്ര്യ സമരത്തിൽ യാതൊരു ബന്ധവുമില്ല എന്ന് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ആവർത്തിക്കുന്നുണ്ടല്ലോ. ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം. RSSന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ കാലഘട്ടങ്ങളിൽ ഇവരെല്ലാം പ്രവർത്തിച്ചിരുന്നത് കോൺഗ്രസിലായിരുന്നു. അതുകൊണ്ട് കോൺഗ്രസിന്റെ 140 വർഷത്തെ ചരിത്രമെന്ന് ആരെങ്കിലും അഭിമാനിക്കുന്നുണ്ടെങ്കിൽ ആ അഭിമാനം ഇവിടുത്തെ RSSകാരനും കമ്മ്യൂണിസ്റ്റുകാരനും കൂടി അവകാശപ്പെട്ടതാണെന്ന് സമ്മതിക്കണം. അതിന്റെ തെളിവാണ് ഞാൻ പറയാൻ പോകുന്നത്. 1919 അമൃത്സറിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ 500-ലധികം സേവാദൾ വോളണ്ടിയർമാരെ നയിച്ചത് ഡോക്ടർ ഹെഡ്ഗേവാർ എന്ന് പറയുന്ന RSS സ്ഥാപകനാണ്. അദ്ദേഹത്തിന്റെ അന്നത്തെ സേവാദളിന്റെ പേര് ഹിന്ദുസ്ഥാൻ സേവാദൾ എന്നാണ്. ഇന്ന് അതിന്റെ ഹിന്ദുസ്ഥാൻ മുറിച്ച് കളഞ്ഞ് സേവാദൾ മാത്രമാക്കി. കുഴപ്പമില്ല, കോൺഗ്രസിന്റെ സൗകര്യം. എന്നാൽ 1919 അമൃത്സർ കോൺഗ്രസ്സിൽ ഡോക്ടർ ഹെഡ്ഗേവാറും അദ്ദേഹത്തിന്റെ 500 പ്രവർത്തകരും ചെയ്ത പ്രവർത്തനത്തിന്റെ ഫലമായി 1921 നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ ഇദ്ദേഹം വളരെ ശക്തമായിട്ട് ഇടപെട്ടു. അങ്ങനെ സെൻട്രൽ പ്രൊവിൻസ്, ഇന്ന് മഹാരാഷ്ട്ര ഉൾപ്പെടുന്ന മധ്യ ഭാരതത്തിന്റെ സെൻട്രൽ പ്രൊവിൻസിന്റെ കോൺഗ്രസ് സെക്രട്ടറി ആയിട്ട് ഡോക്ടർ കേശവ് ബൽറാം ഹെഡ്ഗേവാർ തെരഞ്ഞെടുക്കപ്പെട്ടു. RSSകാരനാണ്, ഓർക്കണം. അല്ല, RSSകാരനല്ല. 1925 RSS രൂപീകരിച്ചത്. 1925 RSS രൂപീകരിച്ച ഹെഡ്ഗേവാർ 1919 RSSകാരനല്ലല്ലോ. അല്ലെന്ന് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇതാണ് പ്രശ്നം. കേരളത്തിലെ ചാനലുകളിൽ ഇരുന്നു കൊണ്ട് RSSനോട് ചോദ്യം ചോദിക്കുകയും മറുപടി പറയുമ്പോൾ തടസ്സപ്പെടുത്തുകയും ചെയ്യാൻ അനുവദിച്ചുകൊണ്ടാണ് ഒരു ചോദ്യം ചോദിച്ചത്. ചെയ്തോട്ടെ, മറുപടി പറയാൻ അങ്ങേ അനുവദിച്ചുകൊണ്ട് തന്നെയാണ് ചോദ്യം ചോദിച്ചത്. അതിനും മറുപടി പറയാം അഭിലാഷ്. 1921 ഓഗസ്റ്റ് 19 ഡോക്ടർ കേശവ് ബൽറാം ഹെഡ്ഗേവാറിനെ അറസ്റ്റ് ചെയ്യുന്നു. അറസ്റ്റ് ചെയ്ത് 1922 ജൂലൈ 12 മോചിപ്പിക്കുന്നു. ഈ ഏത് കാര്യത്തിലാണ്? നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ പങ്കെടുത്തു. കോൺഗ്രസിന്റെ നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ പങ്കെടുത്തു എന്നതിന്റെ പേരിലാണ് മോചിപ്പിക്കുന്നത്. അങ്ങനെ മോചിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന് സ്വീകരണം കൊടുക്കാൻ വേണ്ടി വന്നെത്തിയ കോൺഗ്രസ് നേതാക്കൾ മോട്ടിലാൽ നെഹ്റു, ഹക്കീം അജ്മൽ ഖാൻ, വിഠൽഭായ് പട്ടേൽ, ഡോക്ടർ MA അൻസാരി, C രാജഗോപാലാചാരി, ഇത്രയും പേരാണ് ഈ ഡോക്ടർ ഹെഡ്ഗേവാർ ജയിൽ മോചിതനായി വന്നപ്പോൾ സ്വീകരണം കൊടുത്തത്. അങ്ങനെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം കോൺഗ്രസ് ആയിരുന്നു. ഓർക്കണം, EMSഉം AKGയും അടക്കം എല്ലാവരും കോൺഗ്രസ് ആയിരുന്നു. അന്ന് RSSകാരായിരുന്നു, കോൺഗ്രസ് ആയിരുന്നു. അതിനുശേഷം അങ്ങ് പറഞ്ഞത് ശരിയാണ്, അഭിലാഷ് പറഞ്ഞത് ശരിയാണ്. 1925 RSS സ്ഥാപിക്കുന്നത്. അങ്ങനെ RSS സ്ഥാപിച്ച് കഴിഞ്ഞിട്ടുള്ള കാര്യം പറയാം. കോൺഗ്രസ് നേതാക്കന്മാരായിട്ടുള്ള ജയപ്രകാശ് നാരായണൻ, അരുണ ആസഫ് അലി എന്നിവർ സമര കാലഘട്ടത്തിൽ ഒളിവിൽ താമസിച്ചിരുന്നത് RSSന്റെ ഡൽഹി സംഘചാലക് ആയിട്ടുള്ള ഹൻസ്രാജ് ഗുപ്തയുടെ വീട്ടിലാണ്. അതുപോലെ തന്നെ അച്യുത് പട്വർദ്ധൻ, സാനെ ഗുരുജി എന്നിവർ പൂനെയിലെ RSS സംഘചാലകായിട്ടുള്ള ബാബു സാഹേബ് ദേശ്മുഖിന്റെ വീട്ടിലാണ് ഒളിച്ചു താമസിച്ചത്. അപ്പോൾ കോൺഗ്രസ്സുകാരും RSSകാരും എന്നൊക്കെ പറയുന്നത് അന്ന് ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള സമരത്തിൽ തോളോട് തോൾ ചേർന്ന് നിന്ന് പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഞാൻ ഈ പറയുന്നത്. എന്നിട്ടും ഇപ്പോഴും കുറ്റപ്പെടുത്തുന്നത് RSS ഒന്നും ചെയ്തില്ല എന്നാണല്ലോ. RSSന്റെ പ്രവർത്തകർ, വെടിയേറ്റ് വീണ ആൾക്കാരുടെ പേരും വസ്തുതകളും ഞാൻ പറയാം. 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ വെടിയേറ്റ് വീണ ഉമാകാന്ത് കാദിയ അഹമ്മദാബാദില് RSSന്റെ സ്വയം സേവകനാണ്. ഹേമു കല്യാണി റെയിൽവേ തടഞ്ഞതിന്റെ പേരിൽ 19ാമത്തെ വയസ്സിൽ ക്വിറ്റ് ഇന്ത്യ സമര സേനാനിയായിട്ടുള്ള ഹേമു കല്യാണി സിന്ധുകാരനാണ്. അദ്ദേഹത്തെ പോലീസ് വെടിവെച്ച് കൊല്ലുക ചെയ്തത്. അതുപോലെ തന്നെ ചിമൂർ അഷ്ടി RSSകാരനാണ്. ദേശീയ പതാക ഉയർത്തിയതിന് പോലീസ് വെടിവെപ്പിൽ 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിനിടയിൽ കൊല്ലപ്പെടുകയാണുണ്ടായത്. ഇവരൊക്കെ RSS പ്രവർത്തകരാണ്. പക്ഷെ ഇനിയുമുണ്ട്. ഞാൻ സമയക്കുറവ് കൊണ്ട് ചുരുക്കുകയാണ്.
ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കോൺഗ്രസിനകത്തു നിന്നും പുറത്തു നിന്നും ചെയ്ത RSSനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ സ്വാതന്ത്ര്യ സമരത്തിൽ ബന്ധം എന്ന് ചോദിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ജനങ്ങൾ അറിയണ്ടേ, വസ്തുതകൾ അറിയണ്ടേ? അതാണ് പറയുന്നത്. ചരിത്രം എന്ന് പറയുന്നതിന് എക്സ്പയറി ഡേറ്റ് പാടില്ല. ഞങ്ങൾ പറയുന്നത് മാത്രമാണ് ചരിത്രമെന്ന് ആരും പഠിപ്പിക്കണ്ട. യഥാർത്ഥ ചരിത്രം പുറത്തു വരണ്ട. ദീർഘമായി സംസാരിച്ചല്ലോ, ഏകപക്ഷീയമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കില്ലേ? ശരിയല്ല, ഏകപക്ഷീയമായി പറയുന്നില്ല. അങ്ങ് ദീർഘമായി സംസാരിച്ചതുകൊണ്ട് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ശ്രദ്ധയിൽപ്പെടുത്തുക മാത്രമല്ല, അതൊരു ചോദ്യമായി ഉന്നയിക്കുന്നു എന്ന് വിചാരിച്ചോളൂ, ഹ്രസ്വമായി മറുപടി പറഞ്ഞാൽ മതി. ഒന്നാമത്തെ കാര്യം, RSSന്റെ രണ്ടാമത്തെ സർസംഘചാലകായ മാധവ സദാശിവ ഗോൾവാൾക്കർ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ മുഴുവനായി, അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളും മുഴുവനും അതുപോലെ തന്നെ ഈ എഴുത്തുകൾ മുഴുവനുമായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കേരളത്തിൽ അതിന്റെ മലയാള ട്രാൻസ്ലേഷൻ ഒരുപാട് വോള്യങ്ങളായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ശ്രീ ഗുരുജി സാഹിത്യ സംഗ്രഹം, അതിലെ 4ാമത്തെ വോള്യത്തിൽ എന്തുകൊണ്ട് ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തില്ല എന്ന് RSSന്റെ രണ്ടാമത്തെ സർസംഘചാലക് വിശദീകരിക്കുന്നുണ്ട് വിശദമായി. ഇപ്പോ ബ്രിട്ടീഷ് ഭരണം മാറിയാൽ അടുത്തത് ഹിന്ദുവിന്റെ ഭരണം വരുമോ? ഇല്ലല്ലോ. അപ്പോൾ മുസ്ലിം പറയും അവന്റെ ഭരണമെന്ന്, ക്രിസ്ത്യാനി പറയും അവന്റെ ഭരണമെന്ന്, അത് നിന്റെ ഭരണമാകുമോ എന്ന് ഒരാളോട് ചോദിച്ച കഥ ഗുരുജി ആ പുസ്തകത്തിൽ എഴുതുന്നുണ്ട്. ക്വിറ്റ് ഇന്ത്യ സമരത്തെ RSS അംഗീകരിച്ചിരുന്നില്ല, ഒന്നാമത്തെ കാര്യം. ക്വിറ്റ് ഇന്ത്യ സമരം അടിച്ചമർത്തണമെന്ന് ആവശ്യപ്പെട്ട് ശ്യാമപ്രസാദ് മുഖർജി വൈസ്രോയിക്ക് കത്തയച്ചിരുന്നു, രണ്ടാമത്തെ കാര്യം. ഇനി ഈ എങ്ങനെയാണ് ഹെഡ്ഗേവാർ ഡോക്ടർജി എങ്ങനെയാണ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ വന്ന സമരഭടന്മാരെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചത് എന്നും ഗുരുജി എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വേറെ ആരും ചരിത്രകാരന്മാരോ മാധ്യമ പ്രവർത്തകരോ കോൺഗ്രസ്സുകാരോ ഒന്നും എഴുതിയതല്ല. RSSന്റെ രണ്ടാമത്തെ സർസംഘചാലക് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ആ പുസ്തകം ഇപ്പോഴും നിങ്ങൾ മലയാളത്തിലടക്കം അച്ചടിച്ച് വിതരണം ചെയ്യുന്നുണ്ട്. ചരിത്രം ആകാതിരിക്കില്ലല്ലോ, ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം, ഈ പാകിസ്ഥാന്റെ വിഷയത്തിൽ തന്നെ ദ്വിരാഷ്ട്രവാദത്തിന്റെ കാര്യത്തിൽ തന്നെ 1937 ഇവിടുത്തെ സവർക്കറുടെ പ്രസംഗം കോട്ട് ചെയ്തു. ഹിന്ദുക്കളും മുസ്ലിങ്ങളും 2 രാഷ്ട്രങ്ങളാണെന്ന് പ്രഖ്യാപിച്ച ആളാണ് സവർക്കർ. അതിനുശേഷം ആ സവർക്കറുടെ പാർട്ടിയിൽപ്പെട്ട ശ്യാമപ്രസാദ് മുഖർജി ആരുടെ മന്ത്രിയായിരുന്നു? ഫസലുൽ ഹക്കിന്റെ മന്ത്രിയായിരുന്നു. ഫസലുൽ ഹക്കാണ് പാകിസ്ഥാൻ പ്രമേയം പ്രഖ്യാപിച്ചത്. അതിനുശേഷം BJP പിന്നീട് ആയതാണ്, ജനസംഘം രൂപീകരിച്ച ആൾ ശ്യാമപ്രസാദ് മുഖർജിയാണ്. ഇതൊക്കെ ചരിത്രമായി അവിടെ നിൽക്കുകയാണ്. ശ്രീ ജയസൂര്യൻ ഏകപക്ഷീയമായി പറയല്ല, ഇതൊക്കെ എഴുതി വെക്കപ്പെട്ട നിങ്ങളുടെ തന്നെ നേതാക്കൾ എഴുതി വെച്ചിട്ടുള്ള ചരിത്രമാണ്. ആ ചരിത്രം തന്നെ പഠിപ്പിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഈ പറയുന്ന ശ്യാമപ്രസാദ് മുഖർജി അതിനുശേഷം കോൺഗ്രസ് മന്ത്രിസഭയിൽ ജവഹർലാൽ നെഹ്റുവിന്റെയോടൊപ്പം തന്നെ മന്ത്രിയായിരുന്നു. ദേശീയ ഐക്യ മന്ത്രിസഭയാണ്. അദ്ദേഹം അവിടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതെ, അപ്പൊ നെഹ്റുവിന്റെ മന്ത്രിസഭയിൽ, കോൺഗ്രസിന്റെ മന്ത്രിസഭയിൽ അദ്ദേഹം മന്ത്രിയായിരുന്നു. അവിടെ നിന്ന് രാജിവെച്ചതിന് ശേഷമാണ് അദ്ദേഹം ജനസംഘം സ്ഥാപിക്കുന്നത്. ഇതാണ് വസ്തുത. അപ്പോൾ ഒരാള് ഒരു പാർട്ടിയിൽ ചേർന്ന് കഴിഞ്ഞാൽ ആ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് മറ്റൊരു പാർട്ടി രൂപീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് അയാളെ അങ്ങനെ വിളിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ്സുകാരെന്ന് വിളിക്കണ്ടേ? AKGയെ കോൺഗ്രസ്സുകാരെന്ന് വിളിക്കണ്ടേ? ഞാൻ അതല്ലല്ലോ AKGയെയും EMSനെയും ഞാൻ അതൊന്നും അല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് താങ്കൾക്ക് വ്യക്തമായി കേൾക്കുന്നവർക്ക് മനസ്സിലാക്കണം. ശ്രീ അഡ്വക്കേറ്റ് K. സരുൺകുമാർ, ഏത് ചരിത്രമാണ് പഠിപ്പിക്കേണ്ടത് എന്ന വാദം ഓക്കെ അതവിടെ നിൽക്കട്ടെ. ഈ ചാൻസലർ എന്ത് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. ഇപ്പോൾ ചാൻസലർ ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ RSSന്റെ നേതൃത്വത്തിലുള്ള ഒരു സെമിനാറിൽ, ഒരു സഭയിൽ കേരളത്തിലെ സർവകലാശാലകളിലെ ചില VCമാരെങ്കിലും പങ്കെടുക്കുന്നു. ഗവർണറുടെ അല്ലെങ്കിൽ ചാൻസലറുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാവുന്നു VCമാർ. അപ്പോൾ അവർ അഡ്മിനിസ്ട്രേറ്റീവും അക്കാഡമിക്കുമായ കാര്യങ്ങൾ സർവകലാശാലകളിൽ കൈകാര്യം ചെയ്യുന്നു. ഒരു സമാന്തര ഭരണം ഇവിടെ നടക്കുന്നുണ്ട്. ഇതിപ്പോ ഈ ദിനം ആചരിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല, അടുത്ത ദിനവും അടുത്ത പരിപാടിയും വേറെ വരും. ഇപ്പൊ നോക്കൂ, ഇപ്പൊ കുസാറ്റ് തന്നെ, ഇപ്പൊ കുസാറ്റിന്റെ VC ഇന്ന് രാവിലെ ഓൺലൈനായി നിർദ്ദേശം കൊടുക്കുന്നു ഈ ആചരണം നടത്താൻ. അതിനുശേഷം ഓൺലൈനായി അവിടെ പരിപാടി നടക്കുന്നു. ഇപ്പോൾ കുസാറ്റിന്റെ VCക്ക് നിർദ്ദേശം രാജ്ഭവൻ വഴിയാണോ അതോ നാഗ്പൂരിൽ നിന്ന് നേരിട്ട് കിട്ടുന്നതാണോ എന്നൊക്കെ അന്വേഷിക്കണ്ടേ? അതെ, ഞാൻ അതിലേക്ക് വരാം. ബഹുമാനപ്പെട്ട BJP പ്രതിനിധി ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ട് എത്ര നുണയാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ചരിത്രം മാറ്റി എഴുതി അവർ തിരുത്തി എഴുതുക. അപ്പൊ അവർ പറയുന്നത് എല്ലാവരും കോൺഗ്രസ്സുകാരായിരുന്നല്ലോ എന്ന രൂപത്തിൽ ഒരു പൊതുവൽക്കരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ ബ്രിട്ടീഷുകാരോട് പോരാടി ഹിന്ദുക്കൾ വെറുതെ ഊർജം പാഴാക്കരുത്, അവർ പോരാടേണ്ടത് ആഭ്യന്തര ശത്രുക്കളായ ഈ ക്രിസ്ത്യാനികളോടും അതുപോലെ മുസ്ലിങ്ങളോടും കമ്മ്യൂണിസ്റ്റുകാരോടുമാണ് എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന നേതാവിന്റെ പേരെന്താ? ഹെഡ്ഗേവാർ അല്ലേ? അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്നും വിട്ടുനിൽക്കണമെന്ന് ചെറുപ്പക്കാരോട് ആഹ്വാനം ചെയ്തത് ആരാണ്? നമുക്കറിയാം, അത് ഗോൾവർക്കറാണ്.
അതുപോലെ മാപ്പ് പറഞ്ഞ് പലതവണ സ്വാതന്ത്ര്യ സമരത്തിന്റെ പോരാട്ടത്തെ ഉറ്റിക്കൊടുത്ത് ബ്രിട്ടീഷ് കൊളോണിയസത്തോട് സന്ധി ചേരാൻ ശ്രമിച്ച നേതാവ് ആരാണ്? ഇതെല്ലാം നമ്മുടെ ചരിത്രത്തിന്റെ ഭാഗമായിട്ടുണ്ട്. RSS 1925 രൂപീകരിക്കപ്പെട്ടു. അതിനുശേഷം 22 കൊല്ലത്തിന് ശേഷമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. RSSന്റെ നേതൃത്വത്തിൽ ഈ രാജ്യത്ത് നടന്ന ഏതെങ്കിലും ഒരു സ്വാതന്ത്ര്യ സമര പോരാട്ടം, ഒരു പ്രതിഷേധം താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? ആ ചൂണ്ടിക്കാണിക്കാൻ താങ്കൾക്ക് കഴിയില്ലെന്ന് ചരിത്രബോധമുള്ള എല്ലാവർക്കും മനസ്സിലാവും. പിന്നെ കുറച്ച് കാര്യങ്ങൾ എഴുതി കൊണ്ടുവന്ന് ഞങ്ങളാണ് ഇതിന്റെയൊക്കെ ഉത്തരവാദി എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത്. ഒറ്റ ചോദ്യം ചോദിക്കട്ടെ. 2014 മോഡി അധികാരത്തിൽ വന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതെന്ന് സംഘപരിവാർ പ്രചരിപ്പിക്കുന്നു. അതുപോലെ കഴിഞ്ഞ വർഷം പ്രാണപ്രതിഷ്ഠ നടന്ന അന്നാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതെന്ന് RSS പ്രചരിപ്പിക്കുന്നു. അപ്പോൾ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. ഇതിൽ ഏതാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? 47 ആണോ, 2014 ആണോ, 2023 ആണോ? ഇപ്പോഴും നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി സർവകലാശാലകളെ മുഴുവൻ കയ്യിൽ ഒതുക്കണം. അതിനുവേണ്ടി എത്ര ഇടപെടലാണ് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും ഭരിക്കാത്ത സംസ്ഥാനങ്ങളിലും പ്രത്യേക അജണ്ട വെച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എന്നോട് ചോദിച്ച ചോദ്യം, ചാൻസലർ എന്ന രൂപത്തിൽ ഗവർണർ നടത്തിയ ഇടപെടലുകൾ ഏതെങ്കിലും സാധൂകരിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? ഹൈക്കോടതി ആയാലും സുപ്രീം കോടതി ആയാലും ഈ ചാൻസലർ നടത്തുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ ചൂണ്ടിക്കാണിച്ച് അതിൽ ഇടപെടുന്ന, റദ്ദു ചെയ്യുന്ന നിരവധി സാഹചര്യങ്ങൾ നമ്മൾ കണ്ടു. ഏകപക്ഷീയമായിട്ടെടുത്ത തീരുമാനം ഇന്നലെ തന്നെ സുപ്രീം കോടതി എത്ര നിശ്ചിതമായിട്ടാണ് വിമർശിച്ചത്? സർവകലാശാല സ്റ്റാറ്റ്യൂട്ടിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കൃത്യമായി വൈസ് ചാൻസലർമാരെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള മാനദണ്ഡം, അതുപോലെ താൽക്കാലിക VC-മാരെ തെരഞ്ഞെടുക്കുമ്പോൾ ഇത്രയാണ് അതിന്റെ മാനദണ്ഡം. ഗവൺമെന്റ് കൊടുക്കുന്ന ലിസ്റ്റ് 6 മാസം കാലാവധി, അതുപോലെ അവരുടെ വയസ്സ്, പ്രായം എല്ലാം ഉണ്ട്. ഇതൊന്നും തങ്ങൾക്ക് ബാധകമല്ലെന്ന രൂപത്തിൽ ഏകപക്ഷീയമായി ഭരണഘടനാ വിരുദ്ധമായി സ്റ്റാറ്റ്യൂട്ടുകൾക്ക് വിരുദ്ധമായി വൈസ് ചാൻസലർമാർ നടത്തുന്ന പ്രവർത്തനം നമ്മൾ കാണുകയല്ലേ. അപ്പൊ അവസാനം തന്നെ സുപ്രീം കോടതി ടെക്നിക്കൽ സർവകലാശാലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിധിയിൽ പറഞ്ഞത് കൃത്യമായി ഇന്റർപ്രറ്റ് ചെയ്തല്ലോ. ആ വിധിന്യായം കയ്യിലിരിക്കുമ്പോഴാണ് നിയമവിരുദ്ധമായി നിലവിലുള്ള ആളുകൾക്ക് തുടരാനുള്ള അനുവാദം കൊടുക്കുന്നത്. നിലവിലുള്ള ആളുകൾക്ക് തുടരാൻ അനുവാദം കൊടുക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ പോലും സ്റ്റാറ്റ്യൂട്ടുകൾക്ക് ബാധകമായിട്ടേ ചെയ്യാവൂ എന്ന് വിധിന്യായം കയ്യിലുള്ളപ്പോൾ കൃത്യമായി ഏകപക്ഷീയമായി നിയമവിരുദ്ധമായിട്ട് പ്രവർത്തിക്കുക. അതുകൊണ്ട് ഇനിയും പല സർക്കുലർ വരും, ഉത്തരവുകൾ വരും, ഇടപെടലുകൾ വരും, അതുപോലെ സർവകലാശാല ക്യാമ്പസുകളിൽ വന്നുള്ള ഇടപെടൽ വരും. കാരണം ഇപ്പൊ നമ്മൾ കണ്ടു, ആദ്യം ചോദിച്ചു, ഭാരതാംബയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദം എത്ര ഗൗരവത്തോടെ കേരളം നമ്മൾ ചർച്ച ചെയ്തതാണ്. എന്താണ് അതിലുള്ളത്? ഭരണഘടനാപരമാണോ? RSS വിഭാവനം ചെയ്യുന്ന തരത്തിൽ ഭാരതാംബയുടെ കയ്യിൽ, ആ സങ്കല്പത്തിന്റെ കയ്യിൽ കാവിക്കൊടിയും കൊടുത്തുകൊണ്ട് ഇത് വച്ച് പൂജയോടെ എല്ലാ ക്യാമ്പസുകളും ആരംഭിക്കണം, അല്ലെങ്കിൽ എല്ലാ ചടങ്ങുകളും ആരംഭിക്കണം എന്ന രൂപത്തിൽ കൃത്യമായിട്ടുള്ള അജണ്ടയായിട്ട് പുറത്തു വന്നില്ലേ? വിദ്യാഭ്യാസ മന്ത്രി തന്നെ, അദ്ദേഹം ഗവർണർ ഇരിക്കുന്ന വേദിയിൽ തന്നെ പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോന്നില്ലേ? അതുപോലെ തന്നെ കൃഷിമന്ത്രി പറഞ്ഞു ആ ചടങ്ങ് തന്നെ രാജ്ഭവനിൽ നിന്ന് മാറ്റുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ ചരിത്രത്തെ വളച്ചൊടിക്കുക, ഇന്നലെ വരെ നാം പഠിച്ച ചരിത്രം തിരുത്തി എഴുതുക, അവരുടേതായി ചില ബിംബങ്ങൾ കൊണ്ടുവരും. ഇതാണ് ഈ നാട്ടിൽ എന്ന് പുതുതലമുറയിൽ ബോധമുണ്ടാക്കാൻ, അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തും. ആ ചരിത്രത്തെ, അല്ലെങ്കിൽ അവർ വളച്ചൊടിക്കുന്ന ചരിത്രത്തെ മഹത്വവൽക്കരിക്കാൻ വേണ്ടിയിട്ടുള്ള നിരന്തരമായിട്ടുള്ള ഇടപെടൽ നടത്തും. ആ ഇടപെടൽ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഓരോ ദിവസവും ഇത്തരം സംഭവങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും രാഷ്ട്രീയ കേരളം കൃത്യമായി അവജ്ഞയോടെ അത്തരത്തിലുള്ള പ്രസ്താവനയെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അതിശക്തമായി തന്നെ ആ നിർദ്ദേശത്തെ തള്ളിക്കളഞ്ഞു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശരി, ശ്രീ KP നൗഷാദ് അലി, ഇപ്പോ ദേശീയ പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യമുള്ള പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇപ്പോൾ വിഭജനത്തിന്റെ വാർഷികം ആചരിച്ചാലും സ്വാതന്ത്ര്യത്തിന്റെ വാർഷികം ആചരിച്ചാലും അതിൽ അക്കാഡമിക്കായ ഏത് സംസാരം നടന്നാലും സെമിനാർ നടന്നാലും നിങ്ങൾക്കതിൽ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവേണ്ടതല്ല. അതെ അഭിലാഷ്, അതിനകത്ത് വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഇവരുടെ വാചാടോപങ്ങളെയൊക്കെ സമീപിക്കുന്നത്. ഞാൻ അതിനു മുമ്പായിട്ട് എനിക്ക് 2 മറുപടിയൊന്നും നൽകാനുണ്ട്. ഒന്നാമതായിട്ട് ജയസൂര്യൻ പറഞ്ഞ ചില കാര്യങ്ങളിലെ വാസ്തവ വിരുദ്ധത ആണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇവിടെ HV ശേഷാദ്രി എഴുതി 1981 RSS പ്രസിദ്ധീകരിച്ച ഹെഗ്ഡെവാറിൻ്റെ ജീവചരിത്രമുണ്ട്. ആ ജീവചരിത്രത്തിൽ ഹെഗ്ഡെവാറിൻ്റെ ആദ്യത്തെ ജയിൽവാസക്കാലം 1921 ആഗസ്റ്റ് മുതൽ 1922 ജൂലൈ വരെയാണ്. പൂനെക്കടുത്തുള്ള അജാനി എന്ന ജയിലിലാണ് ഹെഗ്ഡെവാർ ജയിലിൽ കിടന്നിട്ടുള്ളത്. അതിന് കാരണം അദ്ദേഹം ഖിലാഫത്ത് മുന്നേറ്റത്തിന് അനുകൂലമായി ഭാരത് വാടയിൽ പ്രസംഗിച്ചു എന്നുള്ളതിൻ്റെ പേരിലാണ്. അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ രാജ്യദ്രോഹിയാക്കിയിട്ടാണ് അറസ്റ്റ് ചെയ്തത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ സ്വീകരിക്കാൻ ഹക്കീം അജ്മൽ ഖാൻ ഉൾപ്പെടെയുള്ള അവിടുത്തെ ഖിലാഫത്തിൻ്റെ നേതാക്കൾ കാത്തു നിൽക്കുകയും അദ്ദേഹത്തെ ആനയിച്ച് പുറത്തേക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്തത്. അപ്പോൾ ഇവർക്കൊന്നും ഇവരുടെ ആശയങ്ങളിൽ
പ്രവർത്തനങ്ങളിലും ഇവരുടെ നിലപാടുകളിലൊന്നും ഒരിക്കലും ഒരു സ്ഥൈര്യം ഇല്ല എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാം. അപ്പൊ ഖിലാഫത്ത് മുന്നേറ്റത്തിന്റെ ഭാഗമായിട്ട് വരെ പ്രവർത്തിച്ച് സമരത്തിൽ ഏർപ്പെട്ട് ജയിലിൽ പോയിട്ടുള്ള ഇവരൊക്കെ കോൺഗ്രസ് ആയിരുന്നു, അത് കഴിഞ്ഞ് ഹിന്ദു മഹാസഭയായിരുന്നു. ഈ ഹിന്ദു മഹാസഭയും RSSും ജനസംഘവും അല്ലെങ്കിൽ സംഘപരിവാറുമായിട്ടൊക്കെ ബന്ധമില്ല എന്ന് പറയുന്നത് എത്രമാത്രം ചരിത്ര നിഷേധമാണ്. ഇവിടെ 1951 ജനസംഘം ഉണ്ടാക്കുന്നത് ഈ പറഞ്ഞ ശ്യാമപ്രസാദ് മുഖർജി അല്ലേ, ദീനദയാൽ ഉപാധ്യായ അല്ലേ, ബൽരാജ് സിംഗ് മധേക് അല്ലേ, അങ്ങനെ നാനാ പട്ടോളി അല്ലേ, ഇങ്ങനെയുള്ള നേതാക്കളൊക്കെ കൂടി ചേർന്നിട്ടാണ് നേരെ ഹിന്ദു മഹാസഭ പരിവർത്തിപ്പിച്ച് ഇവിടെ ജനസംഘമാക്കിയത്. 1975 കാലത്ത് അത് ലയിപ്പിച്ച് ജനതാ പാർട്ടിയാക്കി, 1980 അത് വീണ്ടും BJP ആക്കി. അപ്പൊ ഇതൊക്കെ ഈ കൂടുവിട്ട് കൂടുമാറൽ നടത്തിയത് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു ഭാഗം തങ്ങളുടേത് അല്ല എന്നൊക്കെ പറയുന്നത് വളരെ നിർഭാഗ്യകരമാണ് എന്ന് ജയസൂര്യൻ ഞാൻ ഓർപ്പിക്കുന്നു. ചരിത്രം അറിയുന്നവർക്ക് അത് കേട്ട ചിരിയാണ് വരിക. ഇനി ഒരു കാര്യം, ഇനി രാഹുൽ ഈശ്വർ ഇവിടെ പറഞ്ഞു, എനിക്ക് രാഹുൽ ഈശ്വറിനോട് പറയാനുള്ളത് അങ്ങനെ നെഹ്റുവിന്റെ സ്വത്വം വേറെ ഗാന്ധിയുടെ സ്വത്വം വേറെ എന്നൊരു വിഭജനത്തിന് യാതൊരു പ്രസക്തിയുമില്ല. കാരണം ഗാന്ധി തന്നെ എല്ലാ കാലത്തും നെഹ്റുവിനെ വിശേഷിപ്പിച്ചിരുന്നത് മൈ ബിലോവഡ് ജവഹർലാൽ എന്നായിരുന്നു. എൻ്റെ ആശയങ്ങളെയും സങ്കല്പങ്ങളെയും സ്വപ്നങ്ങളെയും ഈ രാജ്യത്തിന്റെ നാളുകളിലേക്ക് ലയിപ്പിക്കുവാൻ ശേഷിയുള്ള എൻ്റെ പിൻഗാമിയാണ് ജവഹർലാൽ. അദ്ദേഹം സ്ഫടിക സമാനനാണ്, അദ്ദേഹം സത്യസന്ധനാണ്, ദീർഘവീക്ഷണമുള്ളവനാണ്. ഒരു തരത്തിലും അവിശ്വാസത്തിന്റെ ഒരു സന്ദേഹം അദ്ദേഹത്തിന്റെ മേൽ ഉണ്ടാകേണ്ടതില്ല എന്ന മട്ടിലൊക്കെ ഗാന്ധി പ്രതിഷ്ഠിച്ച് പൊസിഷൻ ചെയ്ത് വളർത്തിക്കൊണ്ടുവന്ന തന്റെ പിൻഗാമിയാണ് ജവഹർലാൽ. ഗാന്ധിക്ക് ജവഹർലാലിനോട് സ്നേഹാതിരേകം കൂടുതലാണ്, അമിതമായ ആധിക്യമുണ്ട് എന്നൊക്കെയുള്ള വലിയ വിമർശനങ്ങൾ അക്കാലത്ത് പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു. അപ്പൊ ഇതൊക്കെ ഒരു ദ്വന്ദ്വമല്ല, അതൊക്കെ ഏകസ്വത്വമാണ്. പിന്നെ ഓരോന്നും പെർസ്പെക്റ്റീവുകളിൽ വ്യത്യാസമുണ്ടാകും. കാരണം ഇവരൊക്കെ വ്യത്യസ്ത ജീനുകളും വ്യത്യസ്ത DNA ഒക്കെ ഉള്ള മനുഷ്യന്മാരാണ്. ജവഹർലാലിൽ നിന്ന് ഇന്ദിരാഗാന്ധിക്ക് വ്യത്യസ്തതയുണ്ടാവും, ഇന്ദിരാഗാന്ധിയിൽ നിന്ന് രാജീവ് ഗാന്ധിക്ക് വ്യത്യസ്തതയുണ്ടാവും. അത്തരത്തിലുള്ള ബയോളജിക്കലായ കാര്യങ്ങളെയൊന്നും നിങ്ങൾ രാഷ്ട്രീയമായിട്ടും അതിൻ്റെ ആദർശപരമായിട്ടും പൈതൃകവും പാരമ്പര്യവും ഒക്കെ ആയിട്ട് ചേർത്ത് പറയരുത്. അത്തരത്തിൽ ഗാന്ധി വേറെ നെഹ്റു വേറെ എന്നൊന്നില്ല. അത് സമന്വയിച്ച് ലയിച്ചു ചേർന്ന് ഒഴുകിയ രണ്ട് മഹാനദികളാണ്. എല്ലാ കാലത്തും ഗാന്ധിയുടെ ഔന്നത്യവും ഗാന്ധിയുടെ പരിവേഷവും ജവഹർലാൽ മാനിച്ചിരുന്നു എന്നുള്ളതാണ് ചരിത്ര യാഥാർത്ഥ്യം. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ രണ്ടാക്കി BJPക്കാർ ഇന്ന് പല നേതാക്കളെയും അടർത്തിക്കൊണ്ടുപോകുന്ന മട്ടിൽ നാളുകളിൽ ആർക്കെങ്കിലും അടർത്തിക്കൊണ്ടുപോകാനുള്ള ഒരു ആശയത്തിന്റെ വിത്ത് രാഹുൽ ഈശ്വർ നിങ്ങൾ അറിയാതെയാണെങ്കിലും ഇടരുത് എന്നൊരു അഭ്യർത്ഥന എനിക്ക് നിങ്ങളോടുണ്ട്. ശരി, ശ്രീ രാഹുൽ ഈശ്വർ, ഇപ്പോ എല്ലാം പഠിപ്പിക്കട്ടെ, വിഭജന കാലത്തെ ഗാന്ധിയെയും പഠിപ്പിക്കട്ടെ എന്ന് പറഞ്ഞല്ലോ. താങ്കൾ കൊൽക്കത്തയുടെ കാര്യം, മൗണ്ട് ബാറ്റൺ പറഞ്ഞ കാര്യമൊക്കെ ഉദ്ധരിച്ചു. 1947 സെപ്റ്റംബർ 4 മുതൽ ഡൽഹിയിൽ നടന്നത് പഠിപ്പിക്കേണ്ടതായ ചരിത്രമാണോ എന്ന് എനിക്കറിയില്ല. വലിയ കൂട്ടക്കൊല, വിഭജനത്തിന്റെ എല്ലാ കെടുതികളും പേറി ഇവിടേക്ക് എത്തിയ ആളുകളെ മുൻനിർത്തി ഡൽഹിയിലെ ന്യൂനപക്ഷങ്ങൾ വലിയ തോതിലുള്ള കൂട്ടക്കൊലയ്ക്ക് വിധേയരായി. അതിൽ തന്നെ സർക്കാർ കാര്യക്ഷമമായ നടപടി എടുത്തില്ല എന്ന ശക്തമായ വിമർശനം കോൺഗ്രസിന് അകത്തുപോലും ഉണ്ടായിട്ടുണ്ട്. സർദാർ വല്ലഭായ് പട്ടേൽ വിമർശിക്കപ്പെട്ട ഘട്ടമുണ്ട്. അത് മഹാത്മാഗാന്ധി 6 ദിവസം കഴിഞ്ഞാണ് ഡൽഹിയിലേക്ക് വന്നിറങ്ങുന്നത്. മഹാത്മാഗാന്ധി ഡൽഹിയിൽ കാലുകുത്തിയ പിറ്റേന്ന് മുതൽ അവിടുത്തെ കലാപം അവസാനിക്കുകയും ചെയ്തു. ഗാന്ധിജി പോയിടത്തൊക്കെ കലാപം അവസാനിച്ചിട്ടുണ്ട്. ഈ കലാപകാലത്ത് താങ്കളുടെ ആരാധ്യനായ ഗുരു നടത്തിയിട്ടുള്ള ചില പ്രസംഗങ്ങൾ പോലീസ് റെക്കോർഡ്സിലുണ്ട്. അതിൽ ഡൽഹിയിലെ ചില ഭാഗങ്ങളിലുള്ള സ്വയം സേവകർ നല്ല പണിയെടുത്തു, ചില ആളുകൾ അത്ര പോരാ എന്ന മട്ടിലൊക്കെ പ്രസംഗിച്ചതൊക്കെ പോലീസ് റെക്കോർഡ്സിലുണ്ട്. രാമേന്ദ്ര ഗുഹയൊക്കെ ആ ചരിത്ര പുസ്തകങ്ങൾ രേഖപ്പെടുത്തിയിട്ടൊക്കെയുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഡേയൊക്കെ ആചരിച്ചാൽ ഇതൊക്കെ വീണ്ടും വീണ്ടും പഠിപ്പിക്കാം എന്നുള്ളതാണോ ഒരു ഗുണമായി കാണുന്നത്? അല്ല, പഠിപ്പിക്കുക തന്നെ വേണം. രണ്ട് രാഷ്ട്രീയം പറയാം, പൂർണ്ണമായിട്ടും രാഷ്ട്രീയം പറയാം. അതായത് യഥാർത്ഥത്തിൽ നെഹ്റുജിയെ വലിയ ആദരവാണ്. നെഹ്റുജി ലെഫ്റ്റ് ഓഫ് സെന്റർ ആണ്, അല്ലെങ്കിൽ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ലെഫ്റ്റ് ഓഫ് സെന്റർ പ്രോഗ്രസീവ് സെക്കുലർ വ്യക്തിയാണ്. മഹാത്മാഗാന്ധി അങ്ങനെയല്ല, സെൻട്രിസ്റ്റ് മോഡറേറ്റ് ആണ്. അത് മറ്റൊരു രാഷ്ട്രീയമാണ്. സർദാർ വല്ലഭായ് പട്ടേൽ റൈറ്റ് ഓഫ് ദി സെന്റർ ആണ്. RSSും BJPയും കുറെ കൂടെ റൈറ്റ് ആണ്. ഇനി അൾട്രാ റൈറ്റ് ആൾക്കാരുണ്ട്, അതാണ് ഗോഡ്സെ പോലുള്ളവർ. കുറച്ചുകൂടെ നെഹ്റുജിയുടെ ലെഫ്റ്റിലോട്ട് പോകുന്നതാണ് പണ്ടത്തെ CPI, ഇപ്പോഴത്തെ CPM. ഇനി CPMന്റെ അപ്പുറത്തോട്ട് പോകുന്നവരെയാണ് നമ്മൾ അർബൻ നക്സൽ തുടങ്ങിയ വിപ്ലവ വായാടികൾ എന്ന് സഖാവ് പിണറായി വിജയന്റെ ഭാഷയിൽ വിളിക്കുന്നത്. ഈ രാഷ്ട്രീയ സത്യസന്ധത നമ്മൾ കാണിക്കണം. ആലങ്കാരികമായി എല്ലാവരും ഒന്നാണെന്ന് പറയരുത്. നെഹ്റുജിയുടെ രാഷ്ട്രീയം വേറെയാണ്, അത് സെക്കുലർ പൊളിറ്റിക്സ് ആണ്. ഗാന്ധിജി സെക്കുലർ ആയിരുന്നില്ല. മഹാത്മാഗാന്ധി മതേതരനല്ല, മഹാത്മാഗാന്ധി മതസൗഹാർദ്ദവാദിയാണ്. ഒന്ന് ഓർക്കണം, ജിന്ന മതേതരനായിരുന്നു. അതായത് പാകിസ്ഥാന്റെ ഫൗണ്ടറായ ജിന്ന ആദ്യകാലത്ത് മതേതരവാദിയും ഗാന്ധിജി മുസ്ലിങ്ങളിലെ യാഥാസ്ഥിതികരോട് ഇടപെടുന്നതിനെ വിമർശിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ശരിക്കും ജിന്ന സെക്കുലറും ഗാന്ധിജി കുറെ കൂടെ റൈറ്റ് ലീനിങ് ആയിരുന്നു ആ കാലഘട്ടത്തിൽ. സാരേ ജഹാൻ എഴുതിയ ഇക്ബാലിനെ കുറിച്ച് പറഞ്ഞു,
സാരേ ജഹാൻ സെ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാരാ എന്ന് എഴുതിയ മുഹമ്മദ് ഇക്ബാൽ പാകിസ്ഥാൻ വാദിയായി പോയെങ്കിൽ അതിൽ 51% പുള്ളിയുടെ തെറ്റാണ്, 49% നമ്മുടെ കൂടെ തെറ്റാണ്. ഒരു കാലത്ത് ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ ചാമ്പ്യൻ എന്ന് സരോജിനി നായിഡു വിളിച്ച മുഹമ്മദ് അലി ജിന്ന എന്ന് പറയുന്ന സെക്കുലറായ മനുഷ്യൻ പിന്നീട് പാകിസ്ഥാൻ വാദിയും പാകിസ്ഥാന്റെ പിതാവുമായി പോയെങ്കിൽ 51% പുള്ളിയുടെ തെറ്റാണ്, 49% നമ്മുടെ തെറ്റാണ്. എല്ലാ ദിവസവും രാവിലെ എണീച്ച് എങ്ങനെ മുസ്ലിങ്ങളെ ചൊറിയാം, എല്ലാ ദിവസവും രാവിലെ എങ്ങനെ മുസ്ലിങ്ങളെ അപരവൽക്കരിക്കാം എന്ന് വിചാരിക്കുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാകുന്നതിന്റെ 49% ഉത്തരവാദിത്വം നമുക്കാണ്. 51 അവർക്ക് തന്നെയാണ്, സംശയമൊന്നുമില്ല, കൂടുതൽ അവർക്ക് തന്നെയാണ്. ഇതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ അദ്വാനിജി പാകിസ്ഥാനിൽ പോയി പറഞ്ഞത്. ജിന്ന 1947 ഓഗസ്റ്റ് 12 സ്പീച്ച്, ഒരു സെക്കുലർ എന്ന് ഇന്ന് ധ്വനിപ്പിക്കാൻ കഴിയുന്ന രാജ്യം വേണമെന്ന് BJP അദ്വാനിജി കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഉന്നത നേതാവായ അദ്വാനിജിയാണ് അന്ന് പാകിസ്ഥാനിൽ പോയി പറഞ്ഞത്. നമ്മുടെ രാഷ്ട്രത്തിന്റെ രാഷ്ട്രീയം സാമുദായികവും വളരെ വളരെ ലേയർഡുമാണ്. ഇതിനെ സത്യസന്ധമായി കാണാതെ ഇതിനെ മറച്ചു പിടിച്ചിട്ട് കാര്യമില്ല. ശ്രീ അഭിലാഷ് പറഞ്ഞത് 100% സത്യമാണ്. ഞാൻ പൂജനീയ സർസംഘചാലക് ഗുരുജി ഗോൾവൽക്കർ എന്നല്ലാതെ വിളിക്കാറ് പോലുമില്ല. പല RSSകാരും ഗോൾവൽക്കർ എന്ന് മാത്രം പറയാറുണ്ട്. ഞാൻ പൂജനീയ സർസംഘചാലക് മാധവ് സദാശിവ് ഗോൾവൽക്കർ ജീന്നോ ഗുരുജി ഗോൾവൽക്കർ എന്നേ പറയാറുണ്ട്. ഗുരുജിയുടെ ആദ്യ കാലഘട്ടത്തിൽ ഗുരുജിക്ക് GD സവർക്കർ എഴുതിയിൽ നിന്ന് ഇൻസ്പയർഡ് ആയി ചില തെറ്റ് നിലപാടുകൾ ഉണ്ടായിട്ടുണ്ട്. അതിലാണ് മുസ്ലിമും ക്രിസ്ത്യാനിയും കമ്മ്യൂണിസ്റ്റുകാരനും ശത്രുവാണെന്നൊക്കെ എഴുതിയിട്ടുള്ളത്. ആ ഗുരുജി മാറി, പിന്നീട് ഗാന്ധിജിയുടെ അടുത്തേക്ക് വന്നു. ഗാന്ധിജി എന്റെ പേരുച്ചരിക്കുന്നത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കാണുന്നു എന്ന് ഗുരുജി എഴുതി. ഗാന്ധിജി ഗുരുജിയോട് പറഞ്ഞ് എന്താ അറിയാമോ, നിങ്ങൾക്ക് ഈ ഹിന്ദുക്കളുടെ ഇടയിലുള്ള ജാതീയത ഇല്ലാതാക്കാനുള്ള പ്രവർത്തനങ്ങൾ നല്ലതാണ്, പക്ഷെ നമുക്ക് മുസ്ലിം സഹോദരന്മാരോട് ഒരു കാരണവശാലും ഒരു എനിമിറ്റി, ആനിമോസിറ്റി, ശത്രുത പാടില്ല. ഇത്തരം രാഹുൽ ഈശ്വരെ അങ്ങ് ഏത് ചരിത്രമാണ് എന്ന് പറയുന്നത് എനിക്കറിയില്ല. 1947 ഡിസംബറിൽ രാംലീല മൈതാനത്ത് നടന്ന പ്രസംഗത്തിലാണ് പച്ചയ്ക്ക് ഗോൾവാൾക്കർ മഹാത്മാഗാന്ധിയെ ഭീഷണിപ്പെടുത്തുന്നത്. എന്ന് പറഞ്ഞാൽ എലിമിനേറ്റ് ചെയ്യും എന്ന സൂചനയുള്ള പ്രസംഗം 1947 ഡിസംബറിൽ രാംലീല മൈതാനത്ത് നടത്തി. 30 ദിവസം തികയുന്നതിന് മുൻപാണ് മഹാത്മാഗാന്ധി നാഥുറാം ഗോഡ്സെയുടെ വെടിയേറ്റ് മരിക്കുന്നത്. കൃത്യമായ കൊട്ടേഷൻ കൂടെ പറയാം. ഗുരുജി പറയുന്നുണ്ട്, അല്ല വേണമെങ്കിൽ ഞങ്ങൾക്ക് നിശബ്ദമാക്കാം, അതാണ് വി ക്യാൻ സൈലൻസ്. അതന്നെ, മഹാത്മാഗാന്ധിയെ സൈലൻസ് ചെയ്യും എന്ന് പ്രസംഗിച്ചിട്ട് ഒരു മാസം തികയുന്നതിന് മുൻപാണ് ഗാന്ധിജി കൊല്ലപ്പെടുന്നത്. ആ ചരിത്രം അവിടെ നിൽക്കുമ്പോഴാണ് പരിവർത്തനത്തിന് വിധേയനായിരുന്നു എന്ന് ഗാന്ധി വ്യക്തമായിരുന്നു ഒക്കെ അന്ന് പറയുന്നത്. എനിക്കറിയില്ല ഏത് ചരിത്രമാണ്. അല്ല, അന്നത്തെ വിഷയം വളരെ ലേഡാണ്. പാകിസ്ഥാനിലെ ഹിന്ദുക്കൾക്ക് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചപ്പോ അവിടെ നിന്ന് ഒരുപാട് ഹിന്ദുക്കൾ ഞാൻ അതൊന്നും അല്ല പറയുന്നത്, അതൊന്നുമല്ല ഞാൻ പറയുന്നത്. രാഹുൽ ഈശ്വർ പറഞ്ഞു ഗോൾവാൾക്കർ തെറ്റുതിരുത്തി ഗാന്ധി ഭക്തനായി എന്നൊക്കെ പറയുന്ന ആ വാദത്തിനാണ് ഞാൻ മറുപടി പറയുന്നത്. 1947 ഡിസംബറിലെ പ്രസംഗം ചരിത്രരേഖകളിലുള്ള പ്രസംഗമാണ്. ആ പ്രസംഗത്തിലാണ് പറയുന്നത് ഗാന്ധിയെ സൈലൻസ് ചെയ്യാൻ, നിശബ്ദരാക്കാൻ ഞങ്ങൾക്ക് അറിയാമെന്ന്. അതിൽ ഒരു മാസം തികയുന്നതിന് മുമ്പ് ഗാന്ധിജി കൊല്ലപ്പെട്ടു. എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? ആ സിറ്റുവേഷൻ വേറെയാണ്. അതായത് പാകിസ്ഥാനിൽ നിന്ന് ഹിന്ദുക്കൾ ഒരുപാട് ഇങ്ങോട്ട് വന്നു. അവർ നമ്മുടെ നാട്ടിൽ വന്ന് പാകിസ്ഥാനിലെ മുസ്ലിങ്ങളോടുള്ള ദേഷ്യം തീർക്കുന്നതിന്റെ ഭാഗമായി ഇവിടത്തെ മുസ്ലിം പള്ളികളും മറ്റും കയ്യേറി. അപ്പോഴാണ് മഹാത്മാഗാന്ധി, സർദാർ പട്ടേലിന്റെ വിമർശനം കേൾക്കുന്ന അപ്പോഴാണ് മഹാത്മാഗാന്ധിയെ മുസ്ലിം നേതാക്കൾ വന്ന് കാണുന്നത്. ബാപ്പുവിനെ മാത്രമാണ് ഞങ്ങൾക്ക് വിശ്വാസം. അങ്ങനെയാണ് ഗാന്ധിജി ഫാസ്റ്റ് തുടങ്ങുന്നത്. ഈ അവര് പറയുന്ന 1-2 വരിയിൽ അർത്ഥം മറത്തി മാറ്റി ഈ വ്യാപിപ്പിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ത്യയുടെ സങ്കീർണമായ ചരിത്രത്തിൽ മഹാത്മാഗാന്ധി എന്ന യൂണിഫോം ഉണ്ടായിരുന്നു. ആ വാചകം രാഹുൽ ഈശ്വർ തന്നെ സമ്മതിച്ചു. ഗാന്ധിജിയെ സൈലൻസ് ചെയ്യാൻ, നിശബ്ദരാക്കാൻ ഞങ്ങൾക്കറിയാം എന്ന് ഗോൾവാൾക്കർ പ്രസംഗിച്ചിട്ടുണ്ടെന്ന് രാഹുൽ ഈശ്വർ സമ്മതിച്ചു. എന്ന് 1947 ഡിസംബറിൽ മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടു എന്ന് 48 ജനുവരി 30 ഒരു മാസം തികഞ്ഞില്ല എന്നിട്ടാണ് പറയുന്നത്. അടക്കം ഇന്ത്യയുടെ പ്രത്യേകിച്ച് ഉത്തരേന്ത്യയുടെ മനസ്സിനെ ഒരുപാട് സ്വാധീനിച്ചു. തിരിച്ച് പാകിസ്ഥാനിൽ നിന്ന് ഹിന്ദുക്കളും സിഖുകാരും അഭയാർത്ഥികളായി വരികയും ഇവിടത്തെ മുസ്ലിങ്ങളോട് അനീതി ചെയ്യുകയും ചെയ്തു. അന്ന് വളരെ കമ്മ്യൂണലി ചാർജ്ഡായി നിൽക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ്. ഗാന്ധിജി ആ കാലഘട്ടത്തിലാണ് വളരെ ഇപ്പോ കുപ്രസിദ്ധിയായ ഞങ്ങൾ വലതുപക്ഷക്കാർ പറയുന്ന ഒരു കാര്യം പറയുന്നത്, നമ്മൾ മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ, അങ്ങനെങ്കിലും സമാധാനം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ ഹിന്ദുക്കൾക്ക് മരിക്കാം എന്ന് ധ്വനിക്കുന്ന വാക്കുകളൊക്കെ ഗാന്ധിജി 1946-47 കാലഘട്ടങ്ങളിൽ പറയുന്നുണ്ട്. അതൊക്കെ കമ്മ്യൂണൽ ടെൻഷനെ നോർമലാക്കാൻ വേണ്ടി മഹാത്മാഗാന്ധി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അനുയായികളോട് അല്ലാഹു അക്ബർ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് ബംഗാളിൽ. ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇതിൽ ഗോൾവാൾക്കറുടേതായി പോലീസ് രേഖകളെ ഉദ്ധരിച്ച്, അന്നത്തെ രഹസ്യ പോലീസ് രേഖകളെ ഉദ്ധരിച്ച് ചരിത്രകാരന്മാർ പറയുന്ന ഒരു കാര്യം, ഗാന്ധിജി ഡൽഹിയിൽ നിന്ന് മാറിയാൽ നമുക്കിവിടെ നമ്മുടെ വർക്ക് ഫിനിഷ് ചെയ്യാം എന്ന് പറഞ്ഞത് അടക്കമുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കുമ്പോൾ വെള്ളപൂശല്ലേ, അതിന് ഈ കുട്ടിയൊക്കെ പോരാതെ വരും.
അല്ല, ഗുരുജി ഗോൾവാൾക്കർ പിന്നീടുള്ള കാലത്ത് ഒരുപാട് മോഡറേറ്റ് ആകുകയും പിന്നീട് യൂണിഫോം സിവിൽ കോഡ് അടക്കമുള്ള കാര്യങ്ങളെ തെള്ളി പറയുകയും ഇന്ത്യക്ക് ഇല്ലാത്തത് ഹിന്ദു മുസ്ലിം സാഹോദര്യമാണ്, ആ സാഹോദര്യത്തിലേക്ക് വരണമെന്ന് പറഞ്ഞ ഗുരുജി ഗോൾവാൾക്കറെ നമുക്ക് കാണാം. ഇതൊന്നും അഭിലാഷ് കാണാത്ത എന്താ? ഇന്ത്യക്ക് ഇല്ലാതായി പോകുന്നത് ഹിന്ദു മുസ്ലിം സാഹോദര്യമാണ്, അല്ലാതെ യൂണിഫോം സിവിൽ കോഡ് അല്ല. ഇത് ഞങ്ങളുടെ ഇടയിൽ ചില അല്ല, ഇത്തരം കാര്യങ്ങളെ നിലപാടുകൾക്ക് ഒരു പരിണാമമില്ലേ? ആ പരിണാമം രാഹുൽ ഈശ്വറെ 1939 വി ഓർ അവർ നേഷൻഹുഡ് ഡിഫൈൻഡ് എന്ന പുസ്തകം എഴുതുന്നത് ഇപ്പോഴും ലഭ്യമാണ്. പുസ്തകത്തിന്റെ ഒരു അബ്രിഡ്ജ് ഫോം ആണ്. വി ഡി സവർക്കറുടെ അല്ല, ഗണേഷ് ദാമോദർ സവർക്കർ, ജി ഡി സവർക്കർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പുസ്തകത്തിന്റെ ഒരു അബ്രിഡ്ജ് ഫോം ആണ്. പുസ്തകത്തിന്റെ സംശോധന നടത്താൻ ഗോൾവാൾക്കറെ ഏൽപ്പിച്ചിരുന്നു എന്ന് ഗോൾവാൾക്കറുടെ ജീവചരിത്രം പറയുന്നുണ്ട്. ഗോൾവാൾക്കറുടെ പേരിൽ പ്രസിദ്ധീകൃതമായ പുസ്തകമാണ് വി ഓർ അവർ നേഷൻഹുഡ് ഡിഫൈൻഡ്. ആ പുസ്തകത്തിലാണ് പറയുന്നത് ജർമ്മനിയിൽ അഡോൾഫ് ഹിറ്റ്ലർ ജൂതരോട് ചെയ്തത് നമുക്ക് മനസ്സിലാക്കാനും മാതൃകയാക്കാനും ഒരുപാടുള്ള കാര്യമാണ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെ ആ നിലയിൽ എങ്ങനെയാണോ ജർമ്മനിയിൽ ഹിറ്റ്ലർ കണ്ടത് അതുപോലെ കാണണം എന്ന് പറഞ്ഞ ആളാണ് താങ്കൾ ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ മകുടോദാഹരണമായൊക്കെ പറയുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? മനഃപൂർവ്വം കറപ്പടിക്കരുത്. അന്ന് നമ്മുടെ ജൂത സഹോദരന്മാർക്ക് നേരിട്ട ഹോളോകാസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഈ രീതി ലോകത്ത് അറിഞ്ഞിരുന്നില്ല. പിന്നീട് റെഡ് ആർമി ഹോളോകാസ്റ്റിനെ മാതൃകയാക്കണം എന്ന് പറഞ്ഞാൽ ഹോളോകാസ്റ്റ് അറിഞ്ഞിരുന്നില്ല അഭിലാഷ്. ഹോളോകാസ്റ്റ് ഈ രീതിയിൽ ഹിറ്റ്ലർ ജൂതരോട് ചെയ്തത് ഇന്ത്യയിലെ മുസ്ലിം പ്രശ്നത്തിന് പരിഹാരമായി ചെയ്യണം എന്ന് പറഞ്ഞ ആളെ കുറിച്ചാണ് അങ്ങ് പറയുന്നത്. ചരിത്ര വിദ്യാർത്ഥി പറഞ്ഞാൽ മതി. അഭിലാഷ് എന്ന ചരിത്ര വിദ്യാർത്ഥി പറഞ്ഞാൽ മതി. അന്ന് ഹോളോകാസ്റ്റിന്റെ തീക്ഷ്ണത ഈ രീതിയിൽ ലോകം അറിഞ്ഞിരുന്നു. അല്ല, അപ്പോ വളരെ സങ്കീർണമായ ഹിറ്റ്ലർ ജൂതരോട് ചെയ്തതിൽ നിന്ന് നമുക്ക് പഠിക്കാനും മാതൃകയാക്കാനും ഉണ്ട്. ഹിറ്റ്ലർ ജൂതരോട് ചെയ്തതിൽ നിന്ന് നമുക്ക് പഠിക്കാനും മാതൃകയാക്കാനും ഉണ്ട് എന്ന് മാധവ സദാശിവ ഗോൾവാൾക്കർ വി ഓർ അവർ നേഷൻഹുഡ് ഡിഫൈൻഡിൽ എഴുതിയിട്ടുണ്ടല്ലോ. അത് ഡിസ്പ്യൂട്ട് ചെയ്യലോ. അതെന്തിനെ കുറിച്ചാ? പിന്നെ അതെന്തിനെ കുറിച്ചാ? ഹോളോകോസ്റ്റിനെ കുറിച്ച് അറിയാഞ്ഞിട്ടാ? അന്നത്തെ ഹിന്ദു റൈറ്റ് വിംഗിൽ നിന്ന് ഇന്നത്തെ ഹിന്ദു റൈറ്റ് വിംഗ് ഒരുപാട് ഇവോൾവ് ചെയ്തു. മഹാത്മാഗാന്ധിയാണ് കട്ടർ ഹിന്ദു എന്ന് പറയുന്ന പൂജനീയ സർസംഘാലക് മോഹൻ ഭഗവത്, ഗാന്ധിജി സങ്കല്പ യാത്ര BJP കൊണ്ട് എടുപ്പിക്കുന്ന മോദിജിയും ഇതൊന്നും അഭിലാഷ് കാണണ്ടേ? ഓരോന്നിനും ഗോൾ പോസ്റ്റ് മാറ്റല്ലേ? ഒരു കാര്യം ചോദിക്കുമ്പോ വേറെ കാര്യം പറയാം. ഓക്കെ, ഇനി അപ്പൊ അത് തർക്കിച്ചിട്ട് കാര്യമില്ലല്ലോ. കാര്യങ്ങൾ ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാവും. അത് ഞാൻ വിടുന്നു. ശ്രീ ജയസൂര്യൻ, കേരളം പോലെ ഒരു സംസ്ഥാനത്ത് എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസമുള്ള ജനങ്ങളുള്ള സംസ്ഥാനത്ത് ഈ വിഭജന ഭീകരത സ്മരണ ആചരിക്കുന്നത് യഥാർത്ഥത്തിൽ നിങ്ങളെ സംബന്ധിച്ച് ഗുണകരമാകുമോ? കാരണം അങ്ങനെ ഒന്ന് ആചരിച്ചാൽ ഈ ചരിത്രം മുഴുവൻ ചർച്ച ചെയ്യേണ്ടി വരില്ലേ? അല്ലെങ്കിൽ അതൊക്കെ ആളുകൾ പഠിക്കേണ്ടി വരില്ലേ? ഓരോ ഘട്ടത്തിലും ഓരോ ആളുകൾ എടുത്തിട്ടുള്ള നിലപാട്, വിഭജനം സാധ്യമായത്, നേരത്തെ പറഞ്ഞ സവർക്കറുടെയും ഹിന്ദു മഹാസഭയുടെയും കാര്യം, ഒടുവിൽ മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടത്, ഇതേക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ, വിവിധ നേതാക്കളുടെ പ്രസംഗങ്ങൾ, യഥാർത്ഥത്തിൽ ഈ വിഭജന ഭീകരത സ്മരണാ ദിനം ആചരിച്ചാൽ ബുദ്ധിമുട്ടാവില്ലേ? ബുദ്ധിമുട്ടാവില്ല. എല്ലാ കാര്യങ്ങളും പഠിക്കട്ടെ എന്നാണ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞ പല കാര്യങ്ങളുമുണ്ട്. ഇപ്പോൾ സവർക്കറെക്കുറിച്ച്, മാധവ സദാശിവർ ഗോൾവർക്കറെക്കുറിച്ച്, ഡോക്ടർ ഹെഡ്ഗേവാറിനെ കുറിച്ച്, RSSനെ കുറിച്ച് ഒക്കെ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ. പഠിക്കട്ടെ, ഒന്നും ഒളിച്ചു വെക്കേണ്ട കാര്യമില്ല. കാര്യങ്ങൾ പഠിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ എല്ലാ വശവും ചർച്ച ചെയ്യപ്പെടും, എല്ലാ കാര്യങ്ങളും പഠിക്കപ്പെടും. അങ്ങനെ പഠിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം കൊടുത്താൽ കലാപം പൊട്ടി പുറപ്പെടുകയൊന്നുമില്ല. കാരണം നമ്മൾ സ്വാതന്ത്ര്യം കിട്ടി 75 വർഷം കഴിഞ്ഞു, എന്നിട്ട് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായില്ലല്ലോ. എന്നാൽ ഈ കാര്യങ്ങൾ പഠിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇപ്പോൾ കേരള സമൂഹം എങ്ങനെ പോകുന്നു എന്ന് നമുക്ക് വളരെ വ്യക്തമല്ലേ? സമാധാനം എന്ന് പുറമേ പറയുമ്പോൾ യഥാർത്ഥത്തിൽ കേരള സമൂഹം ഇപ്പോഴെങ്ങനെയാണ് പോകുന്നത്? ഈ വസ്തുതകളെ കണ്ണടച്ച് വെക്കേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ചരിത്രത്തിൻ്റെ ഏത് ഭാഗമാണെങ്കിലും അത് മോശമാവട്ടെ നല്ലതാവട്ടെ, അതിൽ ഭീകരതയുണ്ടാവട്ടെ ശാന്തതയുണ്ടാവട്ടെ, അത് തുറന്നു പഠിക്കുകയും അതിൽ നിന്ന് തെറ്റും ശരിയും വേർതിരിച്ചെടുക്കുകയും ചെയ്യാനുള്ള അവസരം കൊടുക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ ഏകപക്ഷീയമായി ചില കാര്യങ്ങൾ തിരഞ്ഞെടുത്ത് പഠിപ്പിക്കുക, ചിലത് തമസ്കരിക്കുക, അങ്ങനെ ഒരു അജണ്ട ഇല്ലല്ലോ. അങ്ങനെ ഉണ്ടെന്ന് എന്തിനാണ് ആരോപിക്കുന്നത്? അതുകൊണ്ട് എല്ലാ ചരിത്രവും, എല്ലാവരുടെ ചരിത്രവും, എല്ലാ വ്യാഖ്യാനങ്ങളും, എല്ലാ വസ്തുതകളും, വശങ്ങളും പഠിക്കാൻ അവസരം കൊടുക്കുമ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ പ്രബുദ്ധതയുള്ള മലയാളി അതിൽ ആവശ്യമുള്ളത് എടുത്തോളും, അതിൻ്റെ സത്യസന്ധത തിരിച്ചറിഞ്ഞുകൊള്ളും. പക്ഷെ അതിനൊരു അവസരം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ അവസരം കൊടുക്കുകയാണ് ഇവിടുത്തെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം. ഞങ്ങൾ പറയുന്നത് മാത്രം മതി, അല്ലെങ്കിൽ ഇന്ന ഭാഗങ്ങൾ വേണ്ട, ഇന്ന ഭാഗങ്ങൾ വേണം, അതല്ല. എല്ലാ ഭാഗങ്ങളും പഠിക്കട്ടെ, എല്ലാ ഭാഗങ്ങളും പഠിപ്പിക്കപ്പെടട്ടെ. അങ്ങനെയുള്ള സുതാര്യമായിട്ടുള്ള ഒരു ചരിത്ര നിരീക്ഷണവും പഠനവും കേരളത്തിനും ഭാരതത്തിനും ആവശ്യമാണ്. അതെല്ലാ രാജ്യങ്ങൾക്കും ആവശ്യമാണ്. മുന്നോട്ടുള്ള പോക്കിൽ
അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ പഠിപ്പിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും വേണം. പ്രത്യേകിച്ച് സർവകലാശാല തലത്തിൽ തന്നെയാണ് ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടത്. അതുകൊണ്ടാണ് സർവകലാശാലകൾക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തത്. ആ നിർദ്ദേശം ഇന്ന് സ്വീകരിക്കപ്പെട്ടില്ല എങ്കിൽ നാളെ അത് സ്വീകരിക്കപ്പെടുന്ന കാലം വരും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. എന്തൊക്കെ നിരോധിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അതൊക്കെയാണ് ഇവിടെ തുറന്നു കാട്ടപ്പെട്ടത്. ആരെയൊക്കെയാണോ അടിച്ചമർത്തപ്പെടാൻ ശ്രമിച്ചത് അവരൊക്കെയാണ് ആധിപത്യം സ്ഥാപിച്ചത്. അതുകൊണ്ട് സത്യം പഠിക്കട്ടെ. ഏത് പുസ്തകവും പഠിപ്പിക്കാം, ഏത് വാദങ്ങളും ഏത് വിമർശനങ്ങളും പഠിപ്പിക്കാം. അങ്ങനെ എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് പ്രബുദ്ധ മലയാളി തിരിച്ചറിയട്ടെ എന്ന് മാത്രമാണ് ലക്ഷ്യം. ഷാരുൺ കുമാർ, ഇപ്പൊ എസ് ഗുരുമൂർത്തി രാജ്ഭവനിൽ വന്നത് മുതൽ, സെമിനാറിൽ പങ്കെടുത്തത് മുതൽ ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ എടുത്താൽ രാജേന്ദ്ര ആർലേക്കർ ഒരു പർപ്പസിലാണ് നിൽക്കുന്നത്. മുൻ ഗവർണർക്ക്, അതായത് ആരിഫ് മുഹമ്മദ് ഖാന് ചില താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു, ചില ഏറ്റുമുട്ടലുകൾ ഉണ്ടായിരുന്നു. അത് കുറേയൊക്കെ ഭരണപരവും അദ്ദേഹത്തിന്റെ തന്നെ ഈഗോയുടെയും ഭാഗമായിരുന്നുവെങ്കിൽ ഇപ്പോഴത്തെ ഗവർണർ അദ്ദേഹത്തിന്റെ ഐഡിയോളജിയിൽ ഉറച്ചു വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പൂർണ്ണ വിശ്വാസത്തിൽ, ഇത് ശരി എന്ന ഉറച്ച വിശ്വാസത്തിൽ ആണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ ഗവർണറോടുള്ള സമീപനം എങ്ങനെ എന്നുള്ളത്, അദ്ദേഹം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡാണ് കേരളത്തെ സംബന്ധിച്ച്, എങ്ങനെ നിങ്ങൾ അതിലൊരു തീരുമാനത്തിലെത്തും? ഇവിടെ ബഹുമാനപ്പെട്ട BJP പ്രതിനിധി പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, എല്ലാം പഠിക്കട്ടെ എന്ന്. ഈ രാജ്യത്തിന്റെ സിലബസ് മുഴുവൻ തിരുത്തി മാറ്റി, അതുപോലെ ഇന്നലെ വരെ നാം പഠിച്ച ചരിത്രവും മാറ്റി, ആ പുരാണത്തെ ഇതിഹാസത്തെയൊക്കെ വന്നിട്ട് ചരിത്രത്തിന്റെ ഭാഗമാക്കി മാറ്റി, പിന്നെ അത് വർത്തമാനകാലമാക്കി പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടാ പറഞ്ഞ പഠിക്കുന്നു. അപ്പൊ ഇതൊക്കെ രാജ്യത്തെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ടെന്ന് അങ്ങ് മനസ്സിലാക്കണം. പിന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും കറുത്ത ഏടാണല്ലോ ഈ വിഭജനം, ക്രൂരമായിട്ടുള്ള വർഗീയ കലാപം, കൂട്ടക്കൊല. ഇതങ്ങ് ജ്വലിപ്പിച്ച് നിർത്തണം, ഒരു ഭീതി ഉണ്ടാക്കണം. അതുപോലെ ഒരു വർഗീയ അന്ധതയിലേക്ക് ഈ രാജ്യത്തെ മാറ്റണം, ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തണം. അത് തന്നെയാണ് ഇവർ ലക്ഷ്യപ്പെടുന്നത്. ഒരു മതരാഷ്ട്രമാക്കി മാറ്റാനുള്ള ഒരു രാഷ്ട്രീയ പരിസരം ഉണ്ടാക്കുക. അതിനുവേണ്ടി ഇങ്ങനെ സർക്കുലറുകൾ ഇറക്കുക. കേരളത്തിലെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഗവർണർമാർ വരും പോകും, ചാൻസലർമാർ വരും പോകും. ഭരണഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്വം എന്ന രൂപത്തിൽ മാത്രമാണ് ഇടപെടുന്നതും കാണുന്നതും സംസാരിക്കുന്നതും യോഗങ്ങൾക്ക് വിളിക്കുന്നതും യോഗങ്ങളിൽ പങ്കെടുക്കും എല്ലാം ചെയ്യുന്നത്. ഗവർണർ ആണെങ്കിൽ ഇടതുപക്ഷം അംഗീകരിക്കും, ഗവൺമെന്റ് അംഗീകരിക്കും. ചാൻസലർ ആണെങ്കിൽ അംഗീകരിക്കും. പക്ഷെ ഗവർണർ തനി RSS ആയി മാറുകയും ചാൻസലർ RSSന്റെ ഇംഗിതം നടപ്പാക്കുന്ന ആളായിട്ട് മാറുകയും ചെയ്താൽ അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ അത് ഫിസിക്കലായിട്ടും നേരിടേണ്ടി വരും. അതിശക്തമായിട്ടുള്ള ഉജ്ജ്വലമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ നേരിടേണ്ടി വരും. അതോടൊപ്പം തന്നെ നിയമപരമായിട്ടും പോരാടും. കാരണം ഭരണഘടന തന്നെ നശിപ്പിക്കുന്നു, സ്റ്റാറ്റ്യൂട്ടുകൾ വെല്ലുവിളിക്കുന്നു, നിയമപരമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം നിർവഹിക്കുന്നില്ല. ഗവൺമെന്റിനെ പിരിച്ചുവിടും, മുഖ്യമന്ത്രിയെ തിരിച്ചു വിളിക്കും, മന്ത്രിമാരെ തിരിച്ചു വിളിക്കും. ഒരിക്കലും അധികാരമില്ലാത്ത കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിശക്തമായിട്ടുള്ള പോരാട്ടങ്ങൾക്ക് മാത്രമേ ഇത്തരത്തിലുള്ള അജണ്ട നടപ്പാക്കാൻ വന്നവരെ കൈകാര്യം ചെയ്യാൻ പറ്റൂ, തിരിച്ചുവിടാൻ പറ്റൂ. അതുകൊണ്ട് അത്തരത്തിലുള്ള പോരാട്ടമാണ്. ഇപ്പൊ ഗവർണർമാർ ബില്ലിൽ ഒപ്പിടാതെ മാറിയപ്പോ ഡൽഹിയിൽ പോയി പ്രക്ഷോഭം നടത്തി, സുപ്രീം കോടതിയിൽ പോയി നിയമ പോരാട്ടം നടത്തി. അതെല്ലാം നിങ്ങൾ ഉന്നയിച്ച് ശരിയാണ്, ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കട്ടെ എന്ന് പറയുന്ന സാഹചര്യമാണ്. ചാൻസലറായിട്ട് പ്രവർത്തിക്കുമ്പോൾ കോടതിയിൽ പോയ ഭൂരിഭാഗം കേസുകളിലും അനുകൂലമായിട്ടുള്ള വിധി ഗവൺമെന്റിന് അനുകൂലമായിട്ട് വരികയാണ്. ഇപ്പോഴും ഭരണഘടനയെയും സ്റ്റാറ്റ്യൂട്ടുകളെയും നോക്കൂത്തിയായി മാറി RSS അജണ്ട നടപ്പാക്കാനുള്ള ശ്രമം തുടർന്നാൽ അത് ഉജ്ജ്വലമായിട്ടുള്ള പ്രക്ഷോഭത്തിലും പോരാട്ടത്തിലും എന്തായാലും ഗവർണറും സർക്കാരും തമ്മിലുള്ള ടസ്സിലെ ഒരു ഘട്ടം കൂടിയാണ് ഇന്ന് നടന്നത്. അത് വിഭജന സ്മരണാ ദിനം ആചരിക്കുക ക്യാമ്പസുകൾ എന്നുള്ളതായിരുന്നു. അത് സർക്കാർ ഫലപ്രദമായി തടഞ്ഞിരിക്കുന്നു. കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടറുടെ നടപടി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സർക്കുലറാണ് പാലിക്കപ്പെട്ടത്, ചാൻസലറുടെ സർക്കുലർ പാലിക്കപ്പെട്ടില്ല. ഇത് ഒരു താൽക്കാലിക വിടനിർത്തലാവാനാണ്, അല്ലെങ്കിൽ അടുത്തത് ഉടനെ ഉണ്ടാവും എന്ന് നമുക്ക് എന്തായാലും കാണേണ്ടി വരും. അപ്പോൾ വീണ്ടും ഇത് ചർച്ച ചെയ്യേണ്ടിയും വരും. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് അഡ്വക്കേറ്റ് KS അരുൺകുമാർ, ശ്രീ KP നൌഷാദ് അലി, അഡ്വക്കേറ്റ് ജയസൂര്യൻ, ശ്രീ രാഹുൽ ഈശ്വർ. സൂപ്പർ പ്രൈം ടൈം അവസാനിച്ചു. നമസ്കാരം.